എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില വാർത്തകൾ നമ്മൾ മുന്നിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആരും അറിയാതിരിക്കാനുള്ളൊരു സാധ്യത ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേൽ ഹമാസ് വിഷയം, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇസ്ലാം മതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിഷയങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നൊരു കാര്യമാണ്. അതാരും ചർച്ചയാക്കില്ല. അത് പറഞ്ഞിട്ട് ആർക്കും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കാരണം ഏത് വാർത്ത വന്നു കഴിഞ്ഞാലും ഇരവാദം മുഴക്കി അതിന് വലിയ മാർക്കറ്റ് ഉണ്ടാക്കുന്ന ആളുകൾ തന്നെയാണ് ആ വാർത്തയ്ക്ക് പിന്നിൽ എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള ആളുകൾ ഇതേ ഒരു സ്പിരിറ്റോടു കൂടി അത് ചെയ്യാറില്ല എന്ന് തന്നെയാണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പണി വേറെ ഉള്ളതുകൊണ്ട്. പക്ഷേ ഇവിടെ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം, ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വലിയൊരു പ്രൊപ്പഗൻഡ, അതിൻ്റെ മറിച്ചുള്ള വിവരങ്ങൾ അത് ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ പറയാറുള്ള പോലെ ഇൻ്റർനെറ്റും സാങ്കേതിക വിദ്യയും ഇതിൻ്റെയൊക്കെ പിൻബലത്തിൽ സത്യങ്ങൾ അധികം നാൾ കുഴിച്ചുമൂടി വെക്കാൻ കഴിയില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അതിവിടെ അച്ചട്ടാവുന്ന ഒരു ഘട്ടം, ആ ഒരു സംഗതിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഇതിന് രണ്ട് ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഇതുവരെയുള്ള കാര്യങ്ങൾ എന്ത് എന്നുള്ളത്, അതിൻ്റെ ഒരു ചെറിയൊരു ചുരുക്കിയുള്ളൊരു അവലോകനം. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് അതിൻ്റെ മറുപടി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എന്താണ് പുതിയതായിട്ട് അതിനകത്ത് വന്നിട്ടുള്ള കാര്യം, ഇത് രണ്ടുമാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തിരക്കുള്ള ആളുകൾക്ക് പെട്ടെന്ന് തന്നെ രണ്ടാമത്തെ ഭാഗത്തേക്ക് കിടക്കാം. അത് തുടക്കത്തിലൊന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇനി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. മറ്റ് രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള ഓപ്ഷൻസ്, കോഫി വാങ്ങിച്ചു തന്നോ അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഡൊണേഷൻസ് വഴിയൊക്കെ നമ്മളെ സഹായിക്കാൻ, സപ്പോർട്ട് ചെയ്യാനൊക്കെ സാധിക്കുന്ന ആളുകൾക്ക് അതിനുള്ള ഓപ്ഷൻസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടെത്താം. ഈ ഒരു വിഷയം പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ തങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ് ഇതെന്തെങ്കിലും ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എന്നത്. കാരണം ആരും ആഗ്രഹിക്കുന്നൊരു സംഗതിയല്ല ഈ യുദ്ധം എന്ന് പറയുന്നത്. എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഇത് അവസാനിക്കാനും അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് പോകാനും എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. അങ്ങനെ വരുന്ന സമയത്ത് അതിൽ തടസ്സം നിൽക്കുന്നത് എന്ത്? ഇതാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. ഇവിടെ നിലവിൽ നമ്മൾ പറയുന്നു അത് ഹമാസാണ് അതിൻ്റെ ഒരു വലിയ തടസ്സം എന്ന് നമ്മൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം ഇതിൻ്റെ ഒരു ചരിത്രം നമ്മളിത് പറയുന്ന സമയത്ത് ഒക്ടോബർ 7-നാണോ യുദ്ധം തുടങ്ങിയത് എന്നും ചോദിച്ചു വരുന്ന ഹമാസ് സപ്പോർട്ടേഴ്സായിട്ടുള്ള ആളുകളോടാണ് എനിക്ക് ഇത് ചോദിക്കാനുള്ളത്. അല്ലെങ്കിൽ ഇത് അവരോട് തന്നെയാണ് ഇത്ര നാളും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതാദ്യമായിട്ട് ചോദിക്കുന്നതല്ല. ഹമാസ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമായിട്ട് മുന്നോട്ട് വച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ചാർട്ടറിൽ വരെ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന സംഗതി ഈ ചിത്രത്തിൽ കാണുന്ന സംഗതിയാണ്. ഇസ്രായേൽ വിൽ എക്സിസ്റ്റ് ആൻഡ് വിൽ കണ്ടിന്യൂ ടു എക്സിസ്റ്റ് അൺടിൽ ഇസ്ലാം വിൽ ഒബ്ലിറ്ററേറ്റ് ഇറ്റ് ജസ്റ്റ് ആസ് ഇറ്റ് ഒബ്ലിറ്ററേറ്റഡ് അതേഴ്സ് ബിഫോർ ഇറ്റ് എന്ന് പറയുന്നൊരു സംഗതി ഹമാസിൻ്റെ ചാർട്ടറിൻ്റെ ആമുഖമായിട്ട് തന്നെ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൂടാതെ മറ്റ് പല ഹദീസും ഒക്കെ കോട്ട് ചെയ്ത് തന്നെയാണ് ലോകാവസാനം സംഭവിക്കില്ല, അവസാന ജൂതനും കൊല്ലപ്പെടുന്നത് വരേക്കും എന്ന് വരെ അവരുടെ ചാർട്ടറിൽ എഴുതി വെച്ചിരിക്കുന്ന സംഗതിയാണ്. അപ്പോൾ ഇതെല്ലാം എഴുതി വെച്ച് കൃത്യമായ മതത്തിൻ്റെ കണ്ണിലൂടെ തന്നെ കണ്ടുകൊണ്ട് നടക്കുന്ന ഒരു പ്രശ്നം. പക്ഷെ നമ്മുടെ നാട്ടിൽ അതിനെക്കുറിച്ചുള്ള ചർച്ച വരുന്ന സമയത്ത് അതാരും പറയുന്നില്ല. ഇത് ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്, ഇതൊരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ആണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ജിയോ പൊളിറ്റിക്സ് അവിടെ വരുന്നുണ്ട്, അതല്ലെങ്കിൽ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് അവിടെ വരുന്നുണ്ട്, ആരും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതിൻ്റെയൊക്കെ പിന്നിൽ അതിനാരാണ് തുടക്കമിടുന്നത്? ഏതൊരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂവും ഇവിടെ സോൾവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരിക്കെ അതിന് തടസ്സം തീർക്കുന്നത് എന്ത്? അവിടെയാണ് ഈ മതം കടന്നു വരുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ വിഷയം പോലും നമ്മൾ പറയാറുണ്ട് അതിൻ്റെ പിന്നിലും മതമായിരുന്നു. പക്ഷെ നമ്മളത് സോൾവ് ചെയ്തു. കാരണം എന്താണ്? ഒരു ഭാഗത്ത് നിൽക്കുന്ന ആൾ അവരത് സമ്മതിച്ചു എന്നതുകൊണ്ട് തന്നെയാണ്. അല്ലായിരുന്നുണ്ടെങ്കിൽ ഇതേ അവസ്ഥ നമ്മുടെ നാട്ടിലും വന്നേനെ. എന്തായാലും ഇത് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ആ സപ്പോർട്ടേഴ്സായിട്ടുള്ള ആളുകളോട് ചോദിക്കുന്നതാണ്, ഒക്ടോബർ 7-നാണോ തുടങ്ങിയത് എന്ന് ചോദിക്കുമ്പോൾ ഒക്ടോബർ 7 വരെ എന്തായിരുന്നു ഗാസയിലെ അവസ്ഥ എന്ന് നിങ്ങളൊന്ന് പറയണം എന്ന് നമ്മൾ പറയാറുണ്ട്. അതിപ്പോൾ അവർ മിണ്ടുന്നില്ല എന്നതാണ് അതിൽ ഏറ്റവും വലിയൊരു തമാശ. അത് പറഞ്ഞാൽ അവരുടെ പ്രൊപ്പഗൻഡ അപ്പാടെ പൊളിയുമെന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. കാരണം എന്താണ്? ഒക്ടോബർ 7-ന് മുന്നേ വരെ എന്തായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്? ഗാസ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ എയർ പ്രിസണാണ്, ഒരു തുറന്ന ജയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്. അവരൊരിക്കലും തന്നെ ഈ ഹമാസ് തന്നെയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് എന്ന് അവർ പറയാറുണ്ടായിരുന്നില്ല. അവർക്ക് അവിടെയുള്ള ഇലക്ട്രിസിറ്റി, വാട്ടർ, അതുപോലുള്ള സംഗതികളെല്ലാം കൊടുത്തുകൊണ്ട് അവിടെ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം അടക്കം അത് ഇസ്രായേൽ അടക്കം ഇത് ചെയ്തു വന്നിരുന്നു എന്ന കാര്യം അവർ മിണ്ടില്ല. ലോകരാജ്യങ്ങൾ അതിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തിരുന്നു എന്ന് പറയുന്നത് അവർ മിണ്ടില്ല.
പകരം അവർ പറയും ഞങ്ങളുടെ സ്ഥലം ഇസ്രായേൽ പിടിച്ചു വച്ചിരിക്കുന്നു എന്നതായിരുന്നു നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നും ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ വലിയ പ്രക്ഷോഭം നടത്തുന്ന ആളുകളെ ഒരാളെ പിടിച്ചിട്ട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക. നമ്മുടെ നാട്ടിൽ തന്നെ ചോദിക്കാമല്ലോ. നമ്മുടെ കോയ കോളിങ്ങിൽ തന്നെ പല ആളുകളോട് നമ്മൾ നേരിട്ട് ചോദിച്ചതായിരുന്നു, ആരായിരുന്നു ഗാസ അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ഒക്ടോബർ 7 മുന്നേ എന്ന് ചോദിക്കുമ്പോൾ ബബ്ബ എന്ന് പറയും. ഇതിനപ്പുറത്തേക്ക് അവർക്ക് പറയാൻ കഴിയില്ല. കാരണം അത് പറഞ്ഞാൽ ഇതെല്ലാം എന്നത് തന്നെയാണ്. അപ്പോൾ 2006 മുതൽ എന്തായിരുന്നു അവിടെ എന്നുള്ളത് ഇവരാരും പറയുന്നില്ല. അവിടെ 2005 ഇസ്രായേൽ അവിടുന്ന് പൂർണ്ണമായിട്ടും പിൻവാങ്ങി. എത്ര വർഷമായെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതിനുശേഷം അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ആരാണ്? അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആര് തമ്മിലായിരുന്നു അടി? ഇസ്രായേലിന് അതിൽ വല്ല പങ്കുണ്ടോ? ഇല്ല. അവിടെ ഫത്താഹ് പാർട്ടിയും ഈ ഹമാസും തമ്മിൽ ഇടിയായിരുന്നു. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇതൊന്നും പറയാൻ ഇവർ തയ്യാറല്ല. എന്നാൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? അത് ഇവിടെ നമ്മൾ കണ്ടു. ഒന്ന് ചാർട്ടറിൽ തന്നെ എഴുതി വച്ചിരിക്കുന്ന കാര്യം, അവിടെ ഇസ്ലാം വിൽ ഒബ്ലിറ്ററേറ്റ് ഇറ്റ് എന്ന് തന്നെ എഴുതി വെക്കുമ്പോൾ അവിടെ ഒരിക്കലും പാലസ്തീൻ വിൽ ഒബ്ലിറ്ററേറ്റ് ഇസ്രായേൽ എന്നല്ല അവിടെ എഴുതിയത്, അല്ലെങ്കിൽ ഹമാസ് വിൽ ഒബ്ലിറ്ററേറ്റ് എന്നുമല്ല എഴുതി വച്ചിരിക്കുന്നത്. ഇസ്ലാം എന്ന മതത്തിൻ്റെ പേര് തന്നെയാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. അവിടെയാണ് ഈ മതത്തിൻ്റെ പങ്ക് കടന്നു വരുന്നത്. ഇനി ഈ വിഷയമുണ്ടായതിന് ശേഷം നവംബർ 1 2023 റിപ്പോർട്ട് ചെയ്ത് വന്ന സംഗതികളാണ്. അതിനു മുന്നേ, അതായത് ഒക്ടോബർ 7 ശേഷം നടന്നിട്ടുള്ള ചില അഭിമുഖങ്ങളിൽ ഹമാസിൻ്റെ നേതാക്കൾ, ഹനിയ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെയുള്ള ആളുകൾ വന്നിട്ട് ഒക്ടോബർ 24 കൊടുത്ത ഒരു വാർത്ത അഭിമുഖത്തിൽ പറയുന്ന കാര്യമാണ്. ഇത് കൊടുത്തത് ആ TV ചർച്ചയിലിരുന്ന് പറയുകയാണ്, വി മസ്റ്റ് റിമൂവ് ദാറ്റ് കൺട്രി. ഏതാണ് ആ കൺട്രി? ഇസ്രായേൽ എന്ന് പറയുന്ന കൺട്രി. അതായത് ഫ്രം ദ റിവർ ടു സീ പാലസ്തീൻ വിൽ ബി ഫ്രീ എന്ന് പറയുമ്പോൾ അത് അവിടെ ആ രാജ്യത്ത് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളടക്കം അവിടുന്ന് പോകേണ്ടി വരും എന്നാണ് നമ്മൾ പറയേണ്ടി വരുന്നത്. അത് ഇവർ ഉറക്കെ പറയില്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വശം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാം. വി മസ്റ്റ് റിമൂവ് ദാറ്റ് കൺട്രി എന്ന് പറഞ്ഞ് വെക്കുന്നത് അത് ഇസ്രായേലിനെയാണ്. ഇനി അദ്ദേഹം തന്നെ വീണ്ടും പറയാണ്, ഹനിയ ഹമാസിൻ്റെ നേതാവാണ്, അൽ അക്സ ഫ്ലഡ് ഈസ് ജസ്റ്റ് ദ ഫസ്റ്റ് ടൈം. അതായത് ഒക്ടോബർ 7 നടന്നത് അത് ആദ്യത്തെ തവണ നടന്നു. ആൻഡ് ദർ വിൽ ബി എ സെക്കൻഡ്, എ തേർഡ്, എ ഫോർത്ത്, അങ്ങനെ എണ്ണി പോവുകയാണ്. ഇനി ഇത് രണ്ടാമതുണ്ടാവും, മൂന്നാമതുണ്ടാവും, നാലാമതുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഹമാസിനെ തളർത്തിയിട്ടല്ലാതെ, അതിൻ്റെ നടുവൊടിച്ചിട്ടല്ലാതെ ഈ യുദ്ധം നിർത്തില്ല എന്ന് ഇസ്രായേൽ തറപ്പിച്ച് പറയുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അതിൻ്റെ കാരണം. ഇങ്ങനെയുള്ള പോക്കരിത്തരങ്ങളും ഇതുപോലെയുള്ള വാർ മോങ്കറിങ് ഇതൊരു വശത്ത് നടത്തുകയും ഇത് പബ്ലിഷ് ചെയ്തുകൊണ്ട് അതിൽ ആളുകളുടെ മുന്നിലേക്ക് വെക്കുകയും ചെയ്തതിന് ശേഷം ഇതിന് ആരെങ്കിലും മറുപടി പറയുകയോ, ഇതിനാരെങ്കിലും ഓൾറെഡി ഒരെണ്ണം ചെയ്തു കഴിഞ്ഞതിനെ എടുത്ത് ചൂണ്ടിക്കാണിച്ച് 2-3 തടയേണ്ടതുണ്ട്, അതിനുള്ള അവരുടെ ശേഷി അത് നമ്മൾ ഇല്ലാതെയാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ശരിയാവുക? അത് നടക്കുന്ന കാര്യമല്ല. കാരണം എന്താണ്? ഒന്നാമതായിട്ട് ഹമാസ് ഒരു തീവ്രവാദ പ്രവർത്തനം തന്നെയാണ് ഒക്ടോബർ 7 നടത്തിയത് എന്നത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. ഒരു സിവിലൈസ്ഡ് ഒരു രീതിയിലല്ലായിരുന്നു ആക്രമണം. വാർ റൂൾസ് ഒന്നും തന്നെ അവിടെ പാലിച്ചിട്ടില്ല എന്നതാണ് ഒന്നാമത്തെ ഒരു കാര്യം. അത് ഈ രീതിയിലേക്ക് കൊണ്ടെത്തിച്ചത് ആരാണ്? അവിടെയാണ് നമ്മളിന്ന് പരാമർശിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തി. ഇദ്ദേഹത്തെ നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവും. അവിടുത്തെ ഈ ടണൽ നെറ്റ്വർക്കൊക്കെ ഉണ്ടാക്കി ഇതുപോലെ വലിയൊരു ആസൂത്രണമൊക്കെ നടത്തി ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിലേക്ക് കൊണ്ടെത്തിച്ച അതിൻ്റെ ആസൂത്രണം നടത്തിയ ചുക്കാൻ പിടിച്ച വ്യക്തി യഹിയ സിൻവർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹമാണ് ഇന്നിപ്പോൾ മാളത്തിൽ ഒളിച്ചിരുന്നുകൊണ്ട് ഈ പണി മുഴുവൻ ഒപ്പിക്കുന്നത്. ഇദ്ദേഹത്തെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ഈ പരിപാടി അവസാനിപ്പിക്കില്ല എന്നാണ് ഇസ്രായേൽ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ്? ഇത് നമ്മൾ അറിയണമല്ലോ. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഈ രീതിയിൽ നമ്മൾ പറയേണ്ടി വരുന്നത്? ഇവിടെ നിങ്ങൾക്ക് കാണാം, കുട്ടികളെ അടക്കം, ചെറിയ കുട്ടികളെ, നമ്മുടെയൊക്കെ കുട്ടികൾ ഈ പ്രായത്തിലുള്ളവരെ നമ്മൾ എന്താ കയ്യിൽ കൊടുക്കുക? ഒരു കാരണവശാലും നമ്മൾ കൊടുക്കില്ല ഈ വെടിക്കോപ്പ്. പക്ഷേ അവിടെയുള്ള കുട്ടികളുടെ കയ്യിലേക്ക് അടക്കം തോക്ക് വെച്ച് കൊടുത്തുകൊണ്ട്, വെടിവെക്കാൻ പഠിപ്പിച്ചുകൊണ്ട്, ഇതുപോലെ കാര്യങ്ങൾ ശീലിപ്പിച്ചിട്ട് അവരുടെ മനസ്സിലേക്ക് ജൂതവിരുദ്ധത എല്ലാ ദിവസവും ഇട്ടുകൊടുത്തുകൊണ്ട് ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള ചിന്ത ഒരിക്കൽ പോലും അവരിലേക്ക് കൊടുക്കാതെ നിരന്തരം പകയുടെയും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും തീവ്രവാദത്തിൻ്റെയും വിത്തുകൾ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി, ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ കുട്ടികളെയും ഈ സ്ത്രീകളെയും പൊതുജനങ്ങളെ മൊത്തത്തിലും അവിടെ ഹ്യൂമൻ ഷീൽഡ്സ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ യുദ്ധത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇറങ്ങിത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരണനിരക്ക് വലിയ തോതിൽ കൂടി നിൽക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ഏറ്റവും ഒടുവിൽ കണ്ട കണക്കുകളടക്കം നമ്മളെ ബോധിപ്പിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിയെയും പൊക്കിപ്പിടിച്ച് നിൽക്കുന്ന ചങ്ങാതിയാണ് നമ്മളുടെ യഹിയ സിൻവർ. ആ സിൻവറാണ് ഈ സിൻവർ. ഇപ്പോൾ ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹ്യൂമൻ ഷീൽഡ്സിൻ്റെ കാര്യം നമ്മൾ മറക്കാൻ പാടില്ല.
കാരണം ഇതൊരിക്കൽ പോലും ചർച്ച ചെയ്യില്ല എന്ന് അവർക്ക് വലിയ വാശിയുള്ള കാര്യമാണ്. കാരണം ഇത് പറഞ്ഞാൽ ഇവിടെ ചോദിക്കാറുണ്ടല്ലോ, പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് വേണ്ടേ കൊല്ലാൻ? ഇസ്രായേലിലേക്ക് കടന്നു വന്നുകൊണ്ട് ഒക്ടോബർ 7-ന് 1200 പേരെ കൊന്ന് തള്ളിയപ്പോൾ അതിന് മറുപടിയായിട്ട് ഇസ്രായേൽ ഇന്നിപ്പോൾ കൊന്ന് തള്ളിക്കൊണ്ടിരിക്കുന്നത് 40,000 പേരെയല്ലേ? അതെങ്ങനെ ശരിയാവുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 2 ചോദ്യമാണ്. എങ്ങനെയാണ് അപ്പോൾ വേണ്ടത്? ഇസ്രായേലിൻ്റെ പട്ടാളക്കാരല്ലല്ലോ, സിവിലിയൻസ് ആയിട്ടുള്ള ആളുകൾ ഇതുപോലെ തലയിൽ കെട്ടൊക്കെ കെട്ടിയിട്ട് എന്നിട്ട് അവിടേക്ക് പറന്നിറങ്ങിയിട്ട് അവിടെയുള്ള പാലസ്തീനിലെ കുറച്ച് ആളുകൾ, ഗാസയിലെ കുറച്ച് ആളുകളെ പിടിക്കുന്നു. ഏതായാലും മ്യൂസിക് ഫെസ്റ്റിവൽ അവിടെ ഉണ്ടാവില്ല, മ്യൂസിക് ഹറാമാണല്ലോ. പിന്നെ വേറെ വഴിയില്ല, വല്ല പള്ളീൻ്റെ അകത്ത് വല്ലതും കയറേണ്ടി വരും. എന്തായാലും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കയറുക, അറബി മൂളിച്ച് അവിടെ കാണുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഇടയിൽ നിന്ന് കുറച്ച് ആളുകളെ പിടിക്കുന്നു. അപ്പോഴൊരു പ്രശ്നമുണ്ട്, പെണ്ണുങ്ങളെ കിട്ടൂല, പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ കയറാൻ പറ്റൂലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ ശ്രമം നടത്തിയിട്ട് എങ്ങനെയായാലും കുറച്ച് പേരെ പിടിക്കും. അങ്ങനെ പിടിച്ചിട്ട് അവിടുന്ന് ഒരു 1200 എണ്ണം പിടിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ കറക്റ്റ് എണ്ണണം കേട്ടോ, ഇല്ല 1201 എണ്ണമായ പ്രശ്നമാണ്, അവരെ പിന്നെ നമ്മൾ തിരിച്ചു കൊടുക്കണം. അങ്ങനെ കൊന്നുപോയ പ്രശ്നമല്ലേ, പ്രൊപ്പോർഷൻ നമ്മൾ കീപ്പ് ചെയ്യണമല്ലോ. എന്നിട്ട് കറക്റ്റ് 1200 പേരെ പിടിച്ചിട്ട് അവരെ നോക്കണം, ഇപ്പുറത്ത് ആരൊക്കെയാണ് നമ്മൾ റേപ്പ് ചെയ്തത്, ആരുടെയൊക്കെ ഈ കൊരവള്ളിയാണ് മുറിച്ചത്, ആരുടെയൊക്കെ നമ്മൾ അക്കിലിസ് ടെൻഡനാണ് മുറിച്ചിട്ടത്, ഇതൊക്കെ നമ്മൾ നോക്കണം. ആരെയൊക്കെയാണ് റേപ്പ് ചെയ്തത്, ഇതൊക്കെ നമ്മൾ നോക്കണം. റേപ്പ് ചെയ്ത കൂട്ടബലാത്സംഗം നടത്തുന്ന സമയത്ത് എത്ര പേരാണ് അവിടെ കൂട്ടബലാത്സംഗം നടത്തിയത്, അതുവരെ നമ്മൾ കറക്റ്റാക്കണം. അങ്ങനെയെല്ലാം ചെയ്തതിന് ശേഷം കൊണ്ടുപോയ ആ മോട്ടോർ സൈക്കിൾ കറക്റ്റായിരിക്കണം. പിന്നെ ട്രക്കൊക്കെ ഉണ്ടായിരുന്നു, ടയോട്ടയുടെയും അതുപോലെ മറ്റു 2-3 കമ്പനികളുടെയൊക്കെ, അതൊക്കെ അതേപോലെ കൊണ്ടുപോയി തിരിച്ച് അങ്ങ് റെപ്ലിക്കേറ്റ് ചെയ്യുക. പ്രൊപ്പോർഷൻ നമ്മൾ കീപ്പ് ചെയ്യുക. 1200 പേരെ പിടിക്കുന്നു, കൊല്ലുന്നു, അവരെ റേപ്പ് ചെയ്യുന്നു. ഇതെല്ലാം ചെയ്താലാണോ ഇത് പ്രൊപ്പോർഷനേറ്റ് ആവുക? നിങ്ങൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇതെങ്ങനെ ശരിയാവുക? ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഇതെങ്ങനെ ശരിയാവുക? ഇതാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇതിൻ്റെ മറുപടി എന്ന് പറയുന്നത്? അതല്ല, ഒരിക്കലും അതല്ല. അപ്പോൾ പിന്നെ രണ്ടാമത്തത് ചോദ്യമായിട്ട് വരുന്നത്, അതിന് ചുക്കാൻ പിടിച്ച വ്യക്തികളെ പിൻ പോയിൻ്റ് ചെയ്ത് അവരെ കൊല്ലാൻ വേണ്ടി നോക്കുന്നു, അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അവരൊരു ടെററിസ്റ്റ് ഒരു ഔട്ട്ഫിറ്റ് ആണെന്നുള്ള ആ ഒരു ധാരണയിൽ, ആ തിരിച്ചറിവിൽ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അവരെന്താ ചെയ്യുന്നത്? അവരിതേപോലെ അരയിൽ കുട്ടികളെയും കെട്ടിവെച്ച് നിന്നിട്ടാണ് യുദ്ധം എന്നും പറഞ്ഞ് ഇറങ്ങുന്നത്. 1. 2, സിവിലിയൻ വേഷത്തിൽ യൂണിഫോമൊന്നും ഇല്ലാതെ അവരുടെ കയ്യിൽ വെടിക്കോപ്പും കൊടുത്ത് വിടുന്നു. ട്രെയിൻഡ് അല്ലാത്ത ആളുകളുടെ കയ്യിലേക്ക് ആയുധവും കൊടുത്ത് വിടുന്നു, കുട്ടികളുടെ കയ്യിലേക്ക് പ്രത്യേകിച്ചും. 10, 12, 20 വയസ്സൊക്കെയുള്ള ആളുകളുടെ കയ്യിലേക്കാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളും അതുകൊണ്ട് നടക്കുന്നു. എന്നിട്ട് വെടിവെക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നു. 1. 2, സിവിലിയൻസ് താമസിക്കുന്ന സ്ഥലങ്ങൾ, അവരുടെ വീട്, അപ്പാർട്ട്മെൻറ്റ്സ്, ഹോസ്പിറ്റൽസ്, സ്കൂൾസ്, നഴ്സറി, ഇതിൻ്റെയൊക്കെ താഴെയാണ് തുരങ്കം ഉണ്ടാക്കി അതിൻ്റെ താഴെ ഇരുന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത് ആയുധപ്പുര ഉണ്ടാക്കി അവിടെ ഇരുന്നിട്ട് ഈ ലോഞ്ചിങ്ങും അതുപോലെ റോക്കറ്റ് വിടലും വെടിവെക്കലും ഇതൊക്കെ അവിടെ ഇരുന്ന് ചെയ്യുന്നു. ഇത് തിരിച്ച് ആക്രമണം ഉണ്ടാകുന്ന സമയത്ത്, ആക്രമിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോകണം, ഇവിടെ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട് ടെററിസ്റ്റിനെ, അവിടെ നമ്മൾ ബോംബിടാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ ലഘുലേഖ വെതറുകയാണ്. ഈ ലഘുലേഖ വെതറുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇത് സിവിലിയൻസിന് മാത്രമല്ല കിട്ടുന്നത്, അത് അവിടെയുള്ള ഈ തീവ്രവാദികൾക്കും കൂടിയാണ് കിട്ടുന്നത്. അവരും അവിടെ സിവിലിയൻസിൻ്റെ വേഷത്തിൽ അവരോടൊപ്പം ഓടി രക്ഷപ്പെടും. അങ്ങനെയാണ് അവർ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിലുള്ള അവസ്ഥ എന്താണ്? കാരണം അവിടെ ആൾനാശം പിന്നെയും കൂടുകയാണ് ചെയ്യുക. എന്നിട്ടും പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യുകയാണ്. 1. ഇനി അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി നോക്കുമ്പോൾ ഈ ഹമാസ് എന്താ ചെയ്യുന്നത്? ഈ രക്ഷപ്പെടുന്ന ആളുകൾ, ഇവാക്യുവേറ്റ് ചെയ്യുന്ന ആളുകളെ പോകാൻ സമ്മതിക്കാതിരിക്കുക, അവരെ പൂട്ടിയിടുക, അവരുടെ വണ്ടിയുടെ ചാവി പിടിച്ചു വെക്കുക, അവരുടെ വീട് ലോക്ക് ചെയ്തിടുക. ഇതാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നാട്ടിൽ അവിടെയുള്ള ആളുകൾ വന്ന് വിലപിച്ച് കരഞ്ഞു വിളിച്ച് TV ക്യാമറകളുടെ മുന്നിൽ വന്നെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ കാണൂല. കാരണം എന്താണ്? പ്രൊപ്പഗൻഡ നടത്താൻ ബാക്കിയുള്ള ആളുകൾ ഇസ്ലാമിസ്റ്റുകളെ കണ്ട് പഠിച്ചേ പറ്റുള്ളൂ എന്നതാണ് അവിടുത്തെ കാര്യം. ഇവരെ മാതിരി ഈ വിക്ടിം കാർഡ് ഇറക്കാനും നിലവിളി ജിഹാദ് നടത്താനും ഇവർ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ എന്നത് തന്നെയാണ്. ഓൾ ഐസ് ഓൺ റഫ എന്ന് പറഞ്ഞ മാതിരി ഓൾ ഐസ് ഓൺ പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുക്കി തൂറിയിട്ട് എവിടെയെത്തിയോ? എത്തൂല. കാരണം എന്താണ്? അതങ്ങനെയാണ്. കാരണം ഇവർ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ എന്നത് തന്നെയാണ്. അതൊക്കെ നമ്മളവിടെ കണ്ടുപഠിച്ചേ പറ്റുള്ളൂ. അത് ഒരു വശത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതൊന്നും ആരും അറിയാതെ പോകുന്നു എന്നതാണ്. അപ്പോൾ ആ രീതിയിൽ സിവിലിയൻസിനെ കൊലയ്ക്ക് കൊടുക്കുന്ന ഹ്യൂമൻ ഷീൽഡ്സായിട്ട് അവിടെ വെച്ചുകൊണ്ട് അവരുടെ എണ്ണം കൂട്ടിക്കാണിക്കുക എന്ന് പറയുന്നത് ഇവരുടെ തന്നെ ലക്ഷ്യമാണ് എന്ന് പറഞ്ഞത് ആരാണ്? അത് ഇതേ യഹിയ സിൻവർ തന്നെയാണ്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത ഒരു വാർത്തയാണ്. അത് വാൾ സ്ട്രീറ്റ് ജേണലാണത് പുറത്തുവിട്ടത്. യഹിയ സിൻവർ അവരുടെ മറ്റ് കൂട്ടാളികളുമായിട്ട്
സുരക്ഷിതരായിട്ട് അവിടെ ഖത്തറിലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ കഴിയുന്ന ആളുകളുമായിട്ട് നടത്തിയ കറസ്പോണ്ടൻസ് അത് ലീക്ക് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സാധനം പുറത്തു വിട്ടു. അതിലെന്തൊക്കെയാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത്? അതിൽ പ്രധാനമായിട്ട് ഇത് തന്നെയാണ്. ചീഫ് ബ്രൂട്ടൽ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് സിവിലിയൻ ബ്ലഡ്ഷെഡ് വിൽ ഹെൽപ്പ് ഹമാസ് എന്നാണ് അവരുടെ വിലയിരുത്തൽ. അതായത് അവരുടെ സ്വന്തം ജനതയെ കൊന്നു തള്ളുക എന്ന് പറയുന്നത് ഹമാസിൻ്റെ തന്നെ ലക്ഷ്യമാണ് എന്നുള്ളതാണ് അവിടെ നമ്മൾ ഇൻ്റർസെപ്റ്റ് ചെയ്ത് കണ്ടെത്തിയ വിവരം. ഇതിന് അദ്ദേഹം അവിടെ ഉപയോഗിച്ച വാക്കുകളാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇനി ഇതിൽ ഒരു ചെറിയ കാര്യം, ഒരു പരാതിയായിട്ട് എനിക്ക് പറയാനുള്ളത്, അതിപ്പോൾ ഈ വിഷയത്തിൽ മാത്രമൊന്നുമല്ല, നമ്മൾ ഈ കപടശാസ്ത്രത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഈ പ്രൊപ്പഗൻഡ ഐറ്റംസ് ഇതുപോലെ പറത്തിവിടുന്ന സാധനങ്ങൾ അതെന്ത് തന്നെയായാലും നിങ്ങൾ നോക്കിയേക്കണം, ഒക്കെ ഫ്രീ ആയിരിക്കും, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോയി വായിക്കാം. പക്ഷേ ഈ വാർത്ത ഇപ്പോൾ നമ്മളൊന്ന് വായിക്കണമെന്നുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് പൈസയും കൊടുത്താലേ വായിക്കാൻ പറ്റുള്ളൂ. പിന്നെ എങ്ങനെയാണ് നാട്ടുകാർ ഇതൊക്കെ അറിയാം? എനിക്ക് തോന്നുന്നു ഇത് 2-3 ദിവസം മുന്നേ നമ്മൾ എടുത്തപ്പോൾ അത് ഓപ്പൺ ആയിരുന്നു, ഇപ്പോഴാണ് അത് ക്ലോസ് ആക്കി വെച്ചതെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേതൊക്കെയോ വാർത്തകളിലൊക്കെ കണ്ടിരുന്നു. ഏതായാലും ഇപ്പോൾ നോക്കിയപ്പോൾ ഒറ്റ നോട്ടത്തിൽ കിട്ടുന്ന രീതിയിൽ ഇതില്ല. കാരണം നെസസറി സാക്രിഫൈസ് നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മതി, യഹിയ സിൻവർ നെസസറി സാക്രിഫൈസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ വാർത്ത നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും. അപ്പോൾ ഇതാണ് ഇതിലൊരു പരാതി. ഇതിൽ മാത്രമല്ല, ഇപ്പോൾ ഈ കപടശാസ്ത്രത്തിൻ്റെ കാര്യം പറയുമ്പോൾ എന്താണ്, എന്തോ ഒരു സാധനം കിഡ്നി ബീൻ, അതാണ് ഇപ്പോൾ ട്രെൻഡിങ്. കിഡ്നി ബീൻ ഇങ്ങനെ കയ്യിൻ്റെ ഇവിടെ കെട്ടി വെച്ചാൽ മതി, തല മുടിയൊക്കെ വളരുന്നതാണ് പറയുന്നത്. അത് കെട്ടി വെച്ചാലുള്ള തലയിൽ മുടിയില്ല എന്നുള്ളതാണ് വേറെ കാര്യം. പുള്ളിയുടെ വിചാരം ഭയങ്കര മുടിയുണ്ട് എന്നാണ്. പോട്ടെ, ഇതാണ് അവിടെ കഥ. എന്ന് പറഞ്ഞ പോലെ ഈ മണ്ടത്തരങ്ങൾ, രാജേഷ് കുമാറിൻ്റെ മണ്ടത്തരങ്ങളായാലും പിന്നെ വേറെ ഏതൊക്കെയോ ഉണ്ടല്ലോ, മാരിയൻ ഏതോ ചങ്ങാതിയൊക്കെ ഏതോ ഒരു നാച്ചുറോപ്പതി ഡോക്ടർ, മണ്ടത്തരമല്ലാതെ ഒന്നും പറയുന്നില്ല. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ABC ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് ഇത് മാത്രം കുടിച്ചിട്ട് ലിവറും പൊട്ടിച്ചിട്ടാണ് അവിടെ നാട്ടുകാർ വന്നിട്ട് ലിവർ മാറ്റി വെച്ചിട്ട് പോകുന്നത്. ഇതാണ് അവിടെ നടക്കുന്നത്. ഇങ്ങനെ പറയുന്ന സാധനങ്ങളെല്ലാം തന്നെ നാട്ടിൽ ഫ്രീ ആണ്. എന്നാൽ ഒരു തിരിച്ചുള്ള ശാസ്ത്രീയമായ വിവരം കൊടുക്കുന്ന സാധനം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഹിന്ദു പേപ്പറിലാണെന്നുണ്ടെങ്കിൽ അത് പൈസ കൊടുക്കണം, അതിന് ഇന്ത്യൻ എക്സ്പ്രസ് ആണെങ്കിൽ അവിടെ പൈസ കൊടുക്കണം, മലയാള മനോരമയാണെങ്കിൽ അതിൽ പിന്നെ അവർ പബ്ലിഷ് ചെയ്യാറില്ല, ഇനി അഥവാ കൊടുത്താൽ അതും പൈസ കൊടുത്താലേ വായിക്കാൻ പറ്റുള്ളൂ എന്ന് വരുന്നോടത്ത് മിസ്ഇൻഫർമേഷൻ, ഡിസ്ഇൻഫർമേഷൻ ഇതെല്ലാം ഫ്രീയും, റൈറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അത് എപ്പോഴും പെയ്ഡുമായിട്ട് മാറുന്ന ഒരു ദുരവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു വലിയൊരു കഷ്ടപ്പാടെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മാധ്യമധർമ്മം എന്നൊക്കെ പറയുന്നത് അതൊക്കെ അങ്ങ് മാറ്റി വെക്കുക. ഇവിടെ നടക്കുന്നത് കച്ചവടം തന്നെയാണ്. കച്ചവടം മോശമാണെന്നല്ല പറയുന്നത്, പക്ഷേ അതിനകത്തൊരു നൈതികതയില്ല. അവിടെ വേറിട്ട് നിൽക്കുന്ന 1-2 മാധ്യമങ്ങളുണ്ട്. അതിൽ പ്രധാനമാണ് BBC എന്ന് പറയുന്നത്. അവരിപ്പോഴും ഇതെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മളുടെ ഹിന്ദുസ്ഥാൻ ടൈംസ് പോലെയൊക്കെയുള്ള ചില പത്രമാധ്യമങ്ങൾ ഇപ്പോഴും ഫ്രീ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ആധുനിക പുതിയ ഓൺലൈൻ പേപ്പേഴ്സൊക്കെ ആയിട്ട് നമ്മൾ കാണാറുള്ള പ്രിൻ്റ്, വയർ, ഇതെല്ലാം നമുക്ക് ഒരു ഡൊണേഷൻ സബ്സ്ക്രിപ്ഷനായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, എന്നാലും നിങ്ങൾക്ക് വായിക്കാം, പരസ്യമൊക്കെ കാണണമെന്നേ ഉള്ളൂ. ആ രീതിയിലൊക്കെ അവർ വെച്ചിരിക്കുന്നു. എന്തായാലും ഈ റിപ്പോർട്ട് പ്രകാരം അവിടെ സിൻവർ പറഞ്ഞത് എന്താണെന്നുള്ളത് ആണ് നമ്മളുടെ വിഷയം. അതിൽ സിൻവർ പറഞ്ഞത് നെസസറി സാക്രിഫൈസ് എന്ന് പറയുന്നതാണ്. അതായത് ഇത് ആവശ്യമാണ്. ഈ ഗാസയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മരണങ്ങൾ എന്ന് പറയുന്നത് ഇത് നമുക്ക് ആവശ്യമാണ്. എന്നാലാണ് നമുക്ക് ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടുകയുള്ളൂ, എന്നാലാണ് ഹമാസിൻ്റെ ലക്ഷ്യങ്ങൾ അവിടെ നിറവേറുകയുള്ളൂ, എന്നാലാണ് നമുക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ അതിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ ചെയ്താലാണ് നമ്മളുടെ ലക്ഷ്യങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. എന്നിട്ടിപ്പോൾ എന്തായി എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇസ്രായേലിന് വല്ലതും സംഭവിച്ചോ? ഇല്ല എന്ന് മാത്രമല്ല, ഇവരുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും അറബ് രാഷ്ട്രങ്ങൾ ഇവരോടൊപ്പം നിന്ന് ഇവർക്ക് വേണ്ടി യുദ്ധം ചെയ്തോ? പണ്ട് കാലത്ത് ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യ ചെയ്തിട്ടുണ്ട്, ജോർദൻ ചെയ്തിട്ടുണ്ട്, ഈജിപ്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ രാജ്യങ്ങളും ഇവർക്ക് വേണ്ടി കൂടെ നിന്ന് നമ്മളുടെ 47-ലെ യുദ്ധമായാലും 48-ലെ യുദ്ധമായാലും 67-ലെ യുദ്ധം ആയാലും ഒക്കത്തിലും അവരോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതൊന്നുമില്ല. ഇന്ന് ഇവർ ഒറ്റയ്ക്കാണ്. പിന്നെ ആ കൂടി ഉണ്ടായിരുന്നു നമ്മളെ ഹി എന്നൊക്കെ പറയുന്ന നമ്മളുടെ ഹൂത്തികളും പിന്നെ നമ്മളുടെ ഹിസ്ബുള്ളയും പിന്നെ കുറേ ഇറാനിൻ്റെ കുറേ ശിങ്കിടികളും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അവരുടെയും കഥ നമുക്ക് എന്താണെന്നപ്പോൾ ഏകദേശ ധാരണയായിട്ടുണ്ടാവും. ഇതാണ് നമ്മളെ മുന്നിൽ ഇപ്പോൾ ഉള്ള അവസ്ഥ. അപ്പോൾ ഇവിടെ സംഭവിച്ചത്, ഇവർ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടന്നില്ല എന്ന് മാത്രമല്ല, അത് എക്സ്പോസ്ഡ് ആയി എന്നും കൂടിയാണ് അവിടെ വരുന്നത്. രണ്ടാമത് ഇദ്ദേഹം പറഞ്ഞു നോ ബ്ലഡ് നോ ന്യൂസ് എന്ന് പറയുന്നൊരു കാര്യം. ചോര വേണം എന്നാലാണ് വാർത്ത ഉണ്ടാവുള്ളൂ, അല്ലാതെ വെറുതെ പരിക്ക് പറ്റിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. ആളുകൾ കൊല്ലപ്പെടണം, ചാവണം, എന്നാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതിനു വേണ്ടിയിട്ട് ശ്രമം നടത്തിയത് അത് ഈ ഒക്ടോബർ 7-നൊക്കെ മുന്നേ തന്നെ ഇദ്ദേഹം പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത് 2018 പറഞ്ഞ കാര്യമാണെന്നാണ് നമുക്കിപ്പോൾ വായിച്ചപ്പോൾ മനസ്സിലാവുന്നത്. നോ ബ്ലഡ് നോ ന്യൂസ്. അപ്പോൾ ഹമാസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ സ്വന്തം ജനതയെ കുരുതി കൊടുത്തുകൊണ്ട് പരമാവധി വാർത്ത അതിനകത്ത് നിറഞ്ഞു നിന്ന് ജനശ്രദ്ധ, ലോകശ്രദ്ധ പിടിച്ചുപറ്റി
ഈ ഇന്തിഫാദ എന്ന് പറയുന്ന സാധനം അത് ഗ്ലോബലൈസ് ചെയ്ത് ഇതൊരു ഗ്ലോബൽ കോസാക്കി മാറ്റി എല്ലായിടത്തും ഈ ആശയങ്ങൾ എത്തിച്ച് ഇസ്ലാം അവിടെ എത്തിച്ച് എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നത് തന്നെയാണ് ഇവിടുത്തെ ഒരു ലക്ഷ്യമായിട്ട് ഇന്ന് മാറിയിരിക്കുന്നത്. അവർ പറഞ്ഞു ഇസ്രായേൽ ഒരു തുടക്കം മാത്രമാണ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇപ്പോൾ വേറൊരെണ്ണം കേട്ടു സ്പെയിനിലേക്ക് വരും, അത് കഴിയുമ്പോൾ യൂറോപ്പ് മുഴുവൻ പിടിക്കും, പിന്നെ അത് കഴിഞ്ഞ് US പിടിക്കും, അങ്ങനെ പലതും പറഞ്ഞു വെക്കുന്നു. ഇന്ത്യയിലേക്ക് വന്ന വിവരം അറിയുന്നുള്ള കാര്യം വേറെ കാര്യം പോട്ടെ, അതേതായാലും ഇവർ പറഞ്ഞതായിട്ട് കണ്ടില്ല. ഗസ്വായ് ഹിന്ദിന് സ്വപ്നത്തിലുണ്ടെങ്കിൽ ആ സ്വപ്നം ഒന്ന് 4 മടക്കി പോക്കറ്റിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അത് ആണ് ഇവരുടെ ലക്ഷ്യമെന്ന് അവർ തന്നെ പറഞ്ഞു വെക്കുന്നു. നോ ബ്ലഡ് നോ ന്യൂസ്. ഇത് നമ്മളുടെ നാട്ടിലെ ഹമാസ് പ്രേമികൾ എത്ര പേര് ഇത് പറയും? നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ ഇത് എത്ര പേര് പറയും? നമ്മൾ കണ്ടു ഈ ചില ചങ്ങാതിമാർ, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ, സ്വരാജിനെ പോലെയൊക്കെയുള്ള ആളുകൾ എന്താ വന്ന് പറഞ്ഞത്, പാലസ്തീനികൾ പീഡിതരാണ്, അതുകൊണ്ട് അവരെന്ത് തെണ്ടിത്തരം കാണിച്ചാലും അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഈ തെണ്ടിത്തരത്തിന് നമ്മൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യാമെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞത് നമ്മൾ വാക്കിനങ്ങ് എടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എങ്ങനെ ഈ തെണ്ടിത്തരം നിങ്ങൾ സപ്പോർട്ട് ചെയ്യും? നമ്മുടെ സ്വന്തം ജനതയെ നമുക്ക് കൊന്നു തള്ളാം, എന്നാലാണ് നമ്മളുടെ ലക്ഷ്യം നമുക്ക് നിറവേറാൻ കഴിയുള്ളൂ എന്ന് പറയുന്നത് ഒരു തെണ്ടിത്തരം തന്നെയാണ്. അത് ഒരു കാരണവശാലും നമ്മൾ പറയുന്ന കാര്യമല്ല. കാരണം നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ജനതയെ സംരക്ഷിക്കുക എന്നുള്ളതായിരിക്കണം. പ്രത്യേകിച്ച് ഇത് ഏതെങ്കിലും ഒരു തട്ടിക്കൂട്ട് ഗ്രൂപ്പാണെന്നല്ലല്ലോ നിങ്ങൾ പറയുന്നത്. ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പാണെന്ന് നാട്ടുകാർ പറയുമ്പോൾ നിങ്ങൾ അവരെ തിരുത്തുകയല്ലേ ചെയ്യുന്നത്. ഇത് ഭീകരവാദികളല്ല, ഇവർ ഫ്രീഡം ഫൈറ്റേഴ്സ് ആണെന്നാണ് പറയുന്നത്. എന്താണ്? സ്വാതന്ത്ര്യ സമര പോരാളികൾ. അങ്ങനെ പോരാളികളെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ആളുകൾ പറയുന്നത് നമ്മൾ പോരാടുന്നത് നമ്മുടെ സ്വന്തം ജനതയെ കൂടുതൽ എണ്ണത്തിന് കൊന്നു തള്ളി അവരുടെ ചോര കൊണ്ട് നമ്മളുടെ ലക്ഷ്യം നേടുക എന്നാണ് പറയുന്നത്. അവിടെ എങ്ങനെയാണത് ശരിയാവുക എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇനി ഇവരറിയാതെ ഇവർക്ക് പറ്റിയ ഒരു പറ്റും കൂടി നമ്മളിവിടെ ഒന്ന് കാണുകയാണ്. ഞാനിതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മളെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോകുള്ളൂ. കാരണം ഇത് നിങ്ങൾ അറിയണം. ഇതൊരു അപ്ഡേറ്റ് ആയിട്ട് ഞാനിവിടെ വെക്കുകയാണ്, ഇതുവരെ നടന്നിട്ടുള്ള കാര്യം. ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണാം. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗാസ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, ഒക്ടോബർ 7 മുന്നേ എങ്ങനെയായിരുന്നു, ഒക്ടോബറിന് ശേഷം 7 ശേഷം എങ്ങനെയായി എന്ന് പറയുന്നൊരു കാര്യം. ഇങ്ങനെ ഒരു വീഡിയോ ഒക്ടോബർ 7 മുന്നേ ഇവർ ഒരിക്കലും വിടില്ല. കാരണം അത് അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അവിടെ അവർക്ക് എന്താ കുഴപ്പം? അവർ മാന്യമായിട്ട് ജീവിക്കുന്നു, പിന്നെ എന്താ ഇപ്പോൾ ഇവിടെ പ്രശ്നമെന്ന് നാട്ടുകാർ ചോദിക്കൂലേ? അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്ക് ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ യുദ്ധം ചെയ്യാൻ കഴിയുക? അതുകൊണ്ട് ഇവർ ഒരിക്കൽ പോലും വിട്ടിരുന്നില്ല. എന്നാൽ ഒക്ടോബർ 7 കഴിഞ്ഞപ്പോൾ ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഇസ്രായേലെല്ലാം തകർത്തതെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതിന് കുറച്ചൊരു എരിവും ഉപ്പും കൂട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്തൊരു പണിയാണ്. പക്ഷേ ഇതിൽ എക്സ്പോസ്ഡ് ആയത് ആരാണ്? സത്യത്തിൽ ഇവർ തന്നെയാണ് എന്നത് ഇവരിപ്പോഴും തിരിച്ചറിയുന്നില്ല. അപ്പോൾ ആ വീഡിയോ ഒന്ന് നമുക്ക് കാണാം. ഓക്കെ, ഇത് ഒക്ടോബർ 7 മുന്നേയുള്ള ചിത്രമാണ് ഈ കാണുന്നത്. 2 കാലിൽ നിൽക്കുന്ന ബിൽഡിങ്ങുകൾ. ഒക്ടോബർ 7 ശേഷം പിന്നെ കാണുന്നത് 4 കാലിൽ നിൽക്കുന്ന ബിൽഡിങ്ങുകളാണ്. അത് നിങ്ങൾക്ക് കാണാം. ഇതിപ്പോൾ 4 കാല്. ഇത് ആരാണ് ഈ പണി ഒപ്പിച്ചത്? അപ്പോൾ എങ്ങനെയാണ് ഈ 2 കാലിൽ ഈ ബിൽഡിങ്ങുകളൊക്കെ നിന്നിരുന്നത്? ആരാണ് നിർത്തിയിരുന്നത്? അത് നിർത്താനുള്ള സംവിധാനം എവിടെ നിന്നാണ് അവർക്ക് കിട്ടിയത്? സാമ്പത്തിക സഹായം അവർക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ആരാണ് കൊടുത്തത്? അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പ്രധാനമായിട്ടും ഇതുപോലെ ബിൽഡിങ്ങുകൾ പണിയുക മാത്രമല്ല, അവർക്ക് വേണ്ട ഷെൽട്ടറുകൾ, മറ്റുള്ള ഭൗതിക സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള പൈസ ബില്യൺ കണക്കിന് ഡോളർ എന്ന് പറയാം. അത് ചെലവഴിച്ചത് മുഴുവൻ ഈ ഗാസയിൽ അങ്ങോളം ഇങ്ങോളം അണ്ടർഗ്രൗണ്ട് ടണൽ പണിയാനും കൂടിയാണെന്ന് വരുന്നിടത്താണ് ഇവരുടെ ഈ ഒരു പോക്കിരിത്തരം നമ്മൾ തിരിച്ചറിയേണ്ടത്. ഏതാണ്ട് 500 കിലോമീറ്റർ ഓളം വരുന്ന ഒരു നെറ്റ്വർക്ക്, ഒരു ടണൽ നെറ്റ്വർക്കാണ് ഗാസയുടെ അടിയിൽ മാത്രമുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും. അതാണ് കണക്കുകൾ പറഞ്ഞു വെക്കുന്നത്. എന്ന് വെച്ചാൽ 500 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയായി? അതായത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള ഒരു ദൂരത്തിൻ്റെ ഒരു സുമാറ് പറഞ്ഞാൽ അത്രയും വരും. ആ അളവിൽ, ആ ദൂരത്തിലുള്ള നെറ്റ്വർക്ക് ഇതിൻ്റെ അടിയിൽ പണിതിരിക്കുന്നു. എല്ലാ വലിയ ബിൽഡിങ്ങുകളുടെയും, ഹോസ്പിറ്റലുകളുടെ അടിയിൽ, കോളേജ്, സ്കൂള്, ഇതിൻ്റെയൊക്കെ അടിയിൽ ഇത് പണിത് കൂട്ടിയിരിക്കുകയാണ്. അത് ചിലതിലൊക്കെ കാറൊക്കെ ഓടിച്ചു പോകാം എന്ന പാകത്തിനുള്ളത് വരെ പണിത് വെച്ചിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടു, നമ്മളുടെ റാഫ, ഓൾ ഐസ് ഓൺ റാഫ എന്ന് പറയുന്ന ആ റാഫ, അതിൻ്റെ ആ ഭാഗത്തുള്ള ഈജിപ്തുമായിട്ടുള്ള ആ ബോർഡറിൽ അവിടെ 50ഓളം ടണലുകളാണ് കണ്ടെത്തിയത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈജിപ്തിലുള്ള നമ്മളുടെ മുസ്ലിം ബ്രദർഹുഡ്, അവരും ഇവരും തമ്മിൽ അന്തർധാര വലിയ സജീവമായിട്ടുണ്ടായിരുന്നതാണ്. അവർ മുഖേന ആയുധം കടത്താനും പല സാധന സാമഗ്രികൾ ഇങ്ങോട്ട് കടത്താനും വേണ്ടിയിട്ട് അവിടെയും പണിത് കൂട്ടിയിരിക്കുകയാണ്. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇങ്ങനെ ചെയ്താണ് ഇവിടെ ആളുകൾ ഈ പറഞ്ഞ പണി ഒപ്പിച്ച്
തങ്ങളുടെ സ്വന്തം ജനതയ്ക്ക് ഉപകാരപ്പെടുത്തേണ്ടതായിട്ടുള്ള ആ പണം മുഴുവൻ ഇതുപോലെ വെടിക്കോപ്പ് വാങ്ങാനും ഈ ഭീകരപ്രവർത്തനത്തിനുള്ള ആ ഒരു പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിനും വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെയാണ് അവരുടെ ജനതയെ അവർ കുരുതി കൊടുക്കാൻ പാകത്തിന് അവർ ഒരുക്കി നിർത്തിയിരുന്നത്. ഇത് നിങ്ങൾ പറയൂ, ഇത് വേറെ ആരും വിട്ടത്? അൽ ജസീറ ഇംഗ്ലീഷ്, നമ്മളെ മുക്കാൽ മീഡിയ, അവർ തന്നെ വിട്ടതാണ്. ഇൻ്റർനാഷണൽ മുക്കാൽ മീഡിയ ഒക്ടോബർ 15 വിട്ടതാണ്. എന്തിനു വേണ്ടിയിട്ട്? ആളുകളുടെ ഉള്ളിൽ ആ ഒരു ഇമോഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, എല്ലാം ബോംബിട്ട് തകർത്തു, 2 കാലിൽ നിന്നിരുന്ന ബിൽഡിങ്ങുകളായിരുന്നു, ഇപ്പോൾ എല്ലാം കിടക്കുന്ന കിടപ്പ് കണ്ട, വെട്ടിയിട്ട വാഴ പിണ്ടി പോലെ കിടക്കണ കണ്ട എന്ന് ചോദിക്കുന്ന ആ ചോദ്യം സഹിക്കുന്നില്ല എന്നൊക്കെ പറയാൻ വേണ്ടി അതൊക്കെ കേട്ടിങ്ങനെ വിങ്ങി പൊട്ടി അങ്ങ് ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞ് ഇറങ്ങി കണ്ണിൻ്റെ മുന്നിൽ കാണുന്ന ജൂതനോട് വെറുപ്പ് അതിങ്ങനെ പതഞ്ഞിങ്ങനെ വരണം. അതിന് വേണ്ടിയിട്ട് ആ പതപ്പിക്കുന്ന പരിപാടിയാണ് ഈ പറഞ്ഞ വീഡിയോ. പക്ഷേ അതിൽ പൊളിഞ്ഞത് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമായിരുന്നു. ഗാസ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ പ്രിസൺ ആയിരുന്നു എന്ന് പറഞ്ഞ സംഗതി, ഒരു ഓപ്പൺ എയർ പ്രിസൺ ആയിരുന്നു എന്ന് പറയുന്ന സംഗതി അവിടെ പൊളിഞ്ഞു. ബാക്കിയും കൂടി കാണാം. ദിസ് വാസ് ഗാസ ഇൻ 2021. തൊട്ട് മുന്നേ ഒന്നല്ല, ഇതിന് മുന്നേ ഉള്ളതാണ് ഈ പറയുന്നത്. 2021 കണ്ടത്. ഇപ്പോൾ കാണാം ബാക്കി. നൗ എൻ്റയർ നൈബർഹുഡ്സ് ആർ ഇൻ റബിൾസ്. ഓക്കെ, എല്ലാം പോയി, എല്ലാം പോച്ച്. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് മോർ ദാൻ 22,000 റെസിഡൻഷ്യൽ യൂണിറ്റ്സ് ഹാവ് ബീൻ ഡിസ്ട്രോയിഡ്. ഈ 22,000 റെസിഡൻഷ്യൽ യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ ഇതിൽ ഒരു 80% അടിയിൽ കൂടെയും പോകുന്നത് ടണലാണ്. ഇനി ടണൽ കുഴിച്ചിട്ട് അവിടെ വെറുതെ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. ഇത് അതുമല്ലല്ലോ ചെയ്യുന്നത്. എന്താ അവിടെ ഇരുന്നിട്ട് ചെയ്യുന്നത്? അവിടെ ഇരുന്നിട്ട് അതിൻ്റെ മൂലയിൽ കൂടെ കയറി അവിടെ റോക്കറ്റ് വിടുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. റോക്കറ്റ് വിടുമ്പോൾ പിന്നെ ഇസ്രായേൽ പിന്നെ മാങ്ങ പറിക്കാൻ പോകുന്നതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. എന്നിട്ട് തിരിച്ച് കിട്ടിക്കഴിയുമ്പോൾ കിടന്ന് മോങ്ങിയിട്ട് വല്ല കാര്യമുണ്ടെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. എന്നിട്ട് അതേ സാധനം എടുത്ത് വെച്ചിട്ട് ഇന്നിപ്പോൾ അവർ തന്നെ നിലവിളി നടത്തുമ്പോൾ എന്താ നമ്മളിതിനോട് പറയൽ? അപ്പോൾ നിങ്ങൾ എന്തെല്ലാമാണ് കളവുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളത് ഒന്ന് സ്വയം ആലോചിക്കുന്നത് നല്ലതാണ്. ഇവിടെ ഹമാസ് ഓളികൾ അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, 18 പ്ലേസ് ഓഫ് വർഷിപ്സ് ആർ നോ ലോങ്ങർ ഫങ്ഷണൽ. അതിൻ്റെ ചിത്രം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ IDF പുറത്ത് വിട്ടിരുന്നു. അതായത് ഒരു പള്ളിയിൽ അവിടുന്ന് റോക്കറ്റ് വീഴുന്നു, റോക്കറ്റ് ഇസ്രായേലിലേക്ക് പോകുന്നു. അത് തിരിച്ചറിഞ്ഞിട്ട് അവർ അത് ലൊക്കേറ്റ് ചെയ്തിട്ട് അവിടെ ബോംബിടുന്ന സമയത്ത് കാണുന്ന എന്താണ്? ഒരു ചെറിയ ബോംബിട്ട് അത് തകർത്ത് കഴിയുമ്പോൾ അവിടെ പിന്നെ സെക്കൻഡറി എക്സ്പ്ലോഷൻസാണ്. എന്താ അതിൽ നിന്ന് മനസ്സിലാവുന്നത്? ആ പള്ളിയുടെ ഉള്ളിൽ അവിടെ ആയുധങ്ങൾ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇസ്രായേൽ തകർത്ത് കഴിയുമ്പോൾ പള്ളി തകർത്തു എന്നാണ് പറയുന്നത്. പള്ളിയല്ല തകർത്തത്, ആയുധപ്പുരയാണ് തകർത്തത്. നിങ്ങളോട് ആര് പറഞ്ഞു ഈ പള്ളി ആയുധപ്പുരയായിട്ട് ഉപയോഗിക്കാൻ? അങ്ങനെയാണോ ഇത് ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്തിട്ട് അത് പൊളിച്ച് കഴിയുമ്പോൾ പിന്നെ അവിടെ കിടന്നിട്ട് മോങ്ങിയിട്ട് വല്ല കാര്യമുണ്ടെന്നാണ് ഈ ചോദിക്കുന്നത്. ഇതാണ് അവിടെ നടക്കുക. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ മിനിയാന്നുള്ള രീതിയിൽ പുറത്തു വിട്ടിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് പോയി തപ്പിയെടുത്ത് കാണാം. പിന്നെ ഈ വീഡിയോ ഇങ്ങനത്തെ അധികം പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വലിയ കേടാണ്. കാരണം ഇത് പിന്നെ പരസ്യമൊന്നും കിട്ടില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത ഒറ്റ വീഡിയോയ്ക്ക് പോലും മര്യാദയ്ക്ക് പരസ്യമില്ല. അതാണ് അതിൻ്റെ അവസ്ഥ. പോട്ടെ, നിങ്ങളെ സപ്പോർട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതേ ആംബുലൻസസ് ഹാവ് ബീൻ ഡാമേജ്ഡ്. നമ്മളിത് കേൾക്കുമ്പോൾ വിഷമിക്കും. അയ്യോ, ഇസ്രായേൽ എന്ത് പണിയാണ് കാണിച്ചത്, ആംബുലൻസ് തകർക്കുകയെ എങ്ങനെ സാധിച്ചു എന്നൊക്കെ നമ്മൾ വിചാരിക്കും. എന്താ അവിടെ ഉണ്ടായത്? ഈ ആംബുലൻസിനകത്താണ് ആയുധം കടത്തിയിരുന്നതും. ഈ ഹമാസ് ഈ വെടിവെച്ചിട്ട് ആ സീനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആംബുലൻസുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇന്നലെ മറ്റൊരു വീഡിയോ പുറത്ത് വിട്ടിരിക്കുന്നത്, ആ ഒക്ടോബർ 7 നമ്മളുടെ പരിപാടി നടക്കുന്ന സ്ഥലത്ത് അവിടെ കൊണ്ടുവന്ന് വെടിവെക്കുമ്പോൾ അതിനകത്തുണ്ടായിരുന്ന കുറച്ച് ആളുകൾ അവിടെ കിടന്നിരുന്ന ആംബുലൻസിൻ്റെ അകത്താണ് അവിടെ പോയി ഒളിച്ചത്. ആ ആംബുലൻസ് തൊട്ടടുത്ത് ഇരുന്നിട്ട് ഇതേപോലെ ഒരു വെടി വെച്ച് അതിനെ നശിപ്പിക്കുന്നത്, ആ റോക്കറ്റ് വിട്ട് അതിനെ ഇല്ലാതെയാക്കുകയാണ്. ഇതാണ് ഹമാസ് അവിടെ ചെയ്തത്. അപ്പോൾ ആംബുലൻസിനെ സ്പെയർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു യുദ്ധനീതിയാണ് എന്നുണ്ടെങ്കിൽ അത് ഹമാസ് പാലിച്ചിട്ടില്ല, ഒരു രീതിയിലും പാലിച്ചിട്ടില്ല. എന്നാൽ യുദ്ധനീതി പാലിച്ചു തന്നെയാണ് ഇസ്രായേൽ അവിടെ നിലകൊണ്ടിട്ടുള്ളൂ. അപ്പോൾ പിന്നെ നിങ്ങൾ ചോദിക്കുക, എങ്ങനെയാണ് ഇത് സംഭവിച്ചത് ഇങ്ങനെയാണ്. ഇതിനകത്ത് തീവ്രവാദികൾ യാത്ര ചെയ്യുകയാണ്. ചില വീഡിയോസ് ഉണ്ട്. അതായത് ഇങ്ങനെ ആംബുലൻസ് പാഞ്ഞു വരുന്നു ഹോസ്പിറ്റലിലേക്ക്, പാഞ്ഞു വന്നിട്ട് അതിൽ നിന്ന് സ്ട്രെച്ചറിൽ ആളെ പുറത്തെടുക്കുമ്പോൾ ആൾ ഇറങ്ങി ഓടുകയാണ്. എന്താണ് സ്ട്രെച്ചറിൽ കടന്നിരുന്നത്? ഹമാസ് പോരാളിയായിരുന്നു.
ഹമാസ് പോരാളി ഈ യുദ്ധം വെടിക്കോപ്പ് പേടിച്ചിട്ട് ഓടി ഒളിച്ചത് എങ്ങനെയാണ്? ആംബുലൻസിനകത്താണ്. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഇഷ്ടം പോലെ പുറത്ത് കറങ്ങി നടപ്പുണ്ട്. നിങ്ങൾ കാണൂല. എന്തുകൊണ്ട് കാണൂല? കാക്കാമാരില്ല അത് പ്രചരിപ്പിക്കാൻ. ഓൾ ഐസ് ഓൺ റാഫ എന്ന് പറഞ്ഞ മാതിരി ഓൾ ഐസ് ഓൺ ഓടുന്ന ഹമാസോളി എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കാൻ ബാക്കിയുള്ള ആളുകളെ കിട്ടുന്നില്ല. അത് തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ നിങ്ങൾ തപ്പിയെടുത്ത് കാണുക. ഞാനത് കണ്ട കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു വെക്കുന്നു. ഇഷ്ടംപോലെ വീഡിയോസ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. എന്തായാലും ഇവരിട്ട വീഡിയോ അത് വെച്ചിട്ട് കാര്യം ഒന്ന് പറഞ്ഞു പോകാമെന്ന് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഇത് ബോംബിട്ട് തകർക്കുന്നതിന് മുന്നേ ഉള്ള സാറ്റലൈറ്റ് ഇമേജസ് ഷോ ഹൗ പാർട്സ് ഓഫ് ദ എൻക്ലേവ് ഹാവ് ബീൻ ഫ്ലാറ്റൻഡ്. ഇതിന് മുന്നേ എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി ശേഷം എല്ലാം പോച്ച്, എല്ലാമേ പോച്ച്. വിച്ച് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് പ്ലേസസ്. അതിപ്പോഴാണോ നിങ്ങൾ ആലോചിക്കണമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഈ ഡെൻസ്ലി പോപ്പുലേറ്റഡ് പ്ലേസസിൻ്റെ ഇതുപോലുള്ള ഓരോ ബിൽഡിങ്ങിൻ്റെ അടിയിൽ കൂടെ ടണൽ പണിയുമ്പോൾ ഓർക്കണമായിരുന്നു. എന്നിട്ട് ആ പണിതതിൻ്റെ പിന്നിലിരുന്നിട്ട് ഇതേപോലെ റോക്കറ്റ് വിടുമ്പോൾ ആലോചിക്കണമായിരുന്നു. അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് മറ്റ് കുൽസിത പ്രവൃത്തികൾ ഇതേപോലെ ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കണമായിരുന്നു. അത് ചെയ്യാതെ തിരിച്ച് ഇതേപോലെ അവിടേക്ക് ആക്രമണം വരുമ്പോൾ അവിടെ കിടന്ന് മുങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? ഓക്കെ, ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഈ ഗാസ എന്ന് പറയുന്നത്? ഇത് ഈ ഒരു വീഡിയോ മാത്രമൊന്നുമല്ല, ഇഷ്ടംപോലെ വീഡിയോ നിങ്ങൾ ഇത്രേ ആലോചിക്കുന്നുള്ളൂ. ഗാസ ബിഫോർ ആൻഡ് ആഫ്റ്റർ October 7 എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്യുക. ഇഷ്ടംപോലെ ഇമേജസ്, ഇഷ്ടംപോലെ വാർത്തകൾ. നമ്മുടെ മുക്കാൽ മീഡിയയുടെ വാർത്ത നിങ്ങൾ പ്രത്യേകം തിരഞ്ഞുപിടിച്ച് കാണുക. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ഇത് കൊടുത്തിരിക്കുന്നത്. കാരണം എന്താണ്? October 7 മുന്നേ ഗാസ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. വെറുതെ ബ്യൂട്ടിഫുൾ ഒന്നും ആയാൽ പോരാ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കണമല്ലോ. എന്നാലാണല്ലോ അതിന് ശേഷമുള്ളത് ഭയങ്കര പ്രശ്നമാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിത്രങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് ഏറ്റവും മികച്ച ഗാസയെ അവർ പോർട്രേ ചെയ്തിരിക്കുന്നത് അത് BBC അല്ല, റോയിറ്റേഴ്സ് അല്ല, അത് വേറെ ആരുമല്ല, അത് നമ്മളെ മുക്കാൽ മീഡിയയാണ്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ പ്രത്യേകം എടുത്ത് കാണണം. ഞാനത് കണ്ട് കുറേ ആലോചിച്ചു, ഇവരെന്തിനാണ് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിത്രമൊക്കെ വെക്കുന്നതെന്ന്. അവർ പിന്നെയാണ് അതിപ്പോഴും ആലോചിച്ചിട്ടുണ്ടാവില്ല. കാരണം ഈ മുക്കാൽ ബുദ്ധിയിൽ അത്രയല്ലേ വരുള്ളൂ. അതാണ് അതിൻ്റെ പ്രശ്നം. എന്തായാലും ഈ ശേഷമുള്ള പിക്ചർ അതും ആ രീതിയിൽ ആ ഭീകരത മൊത്തമായിട്ട് ഒപ്പിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തപ്പി കാണുന്ന സമയത്ത് കൃത്യമായിട്ട് മുക്കാൽ മീഡിയയുടെ ആ വീഡിയോ തന്നെ കാണണമെന്ന് നിങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി മറ്റൊരു ചിത്രം നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു പെർസ്പെക്റ്റീവ് കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മളുടെ ഇതൊക്കെ ആരെങ്കിലും ഉണ്ടാക്കി വെക്കുന്നതാണ് എന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടെങ്കിൽ അതും കൂടി മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചിത്രം നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരേ ബിൽഡിങ്ങിൻ്റെ ഒരേ മുറിയാണ് ഈ കാണുന്നത്. താഴെ ഇരിക്കുന്നതാണ് അതിൻ്റെ ഒറിജിനൽ മുറിയും അതിൻ്റെ ആ ഒരു രീതിയും അതിൻ്റെ കിടപ്പുമൊക്കെ. ഇത് രണ്ടും ഗാസ തന്നെയാണ്. ഗാസയിൽ താഴെ ഖത്തറിൻ്റെ നേതാവ് ഈ സിൻവറിനെ കാണാൻ വന്നപ്പോൾ ഉണ്ടായ അവസ്ഥയാണ് താഴെ കാണുന്നത്. ആ മുറിയുടെ ഇന്നത്തെ അവസ്ഥയാണ് മുകളിൽ കാണുന്നത്. ഇതാണ് അവിടെ സംഭവം. എന്താ ഉണ്ടായത്? അപ്പോൾ നിങ്ങൾ തന്നെ പറയാം, ഗാസ എന്ന് പറയുന്നത് അതൊരു ഓപ്പൺ എയർ പ്രിസൺ ആയിരുന്നോ? അവിടുത്തെ ആളുകൾ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചിത്രം. എന്താണ്, ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന് പറഞ്ഞ മാതിരി, യഹിയ സിൻവറെ കണ്ടാൽ അറിയാം ഗാസയിലെ പഞ്ഞം എന്ന് പറയുന്ന മാതിരിയാണ് കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് ഒരു റെഫറൻസ് ഇമേജായിട്ട് വെക്കാവുന്നതാണ്. ഓരോ ആളുകൾക്കും ഇത് വെക്കാം. ഓൾ ഐസ് ഓൺ ഹമാസ്, ഓൾ ഐസ് ഓൺ ഗാസ എന്ന് പറഞ്ഞിട്ട് ഈ ചിത്രമാണ് നമ്മൾ ഇനി പ്രചരിപ്പിക്കേണ്ടത്. ഇത് നമുക്കിത് കഴിയുമ്പോൾ നമുക്കിതിനകത്തൊരു ടെലഗ്രാം ഒരു ഇമേജായി പോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ലിങ്ക് ഇതിൻ്റെ കമൻറ്റിലിടാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ഇതാണ് അവിടുത്തെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ബിഫോർ ആൻഡ് ആഫ്റ്റർ October 7 എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ചിത്രം. ആ സോഫ പോലും അവിടെ ഉണ്ട്, നിങ്ങൾക്ക് അവിടെ കാണാം. നിങ്ങളുടെ ഒരു ആവശ്യത്തിന് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ പറഞ്ഞതിൻ്റെ ആകത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ October 7 ഹോളി വാർ എന്നും പറഞ്ഞ് ഇറങ്ങിയിട്ട് ഇന്നിപ്പോൾ നിക്കക്കളി ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ആ ഹമാസിൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയിരിക്കുന്നു. അവിടെ യുദ്ധം അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയും ഇപ്പോൾ അത് ഹോളി ഷിറ്റ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ അവിടെ ഹിസ്ബുള്ളയും കൂടി അവിടെ കൈകോർത്ത് അവിടെ നോർത്തേൺ സൈഡിൽ നിന്നും കൂടിയുള്ള അറ്റാക്കും കൂടിയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഹമാസിൻ്റെ ലക്ഷ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ചിത്രം നിങ്ങൾക്ക് പറഞ്ഞുതരും. അതായത് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് നശിപ്പിക്കണം, അവരുടെ ടണൽസൊക്കെ നശിപ്പിക്കണം, പിന്നെ സിവിലിയൻസിനെ കുറേ പേരെ കൊല്ലണം, അവരെ കുറേ പേരെ മുറിവേൽപ്പിക്കണം, അതുകൂടാതെ അവർക്ക് ഭക്ഷണം, വെള്ളം, അതിനുള്ള വഴികളെല്ലാം തടസ്സപ്പെടുത്തണം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം We won എന്നാണ് അവർ പറയുക. അതാണ് അവരുടെ വിജയം. അതല്ലാതെ ഇതൊന്നുമില്ലാതെയാക്കി ഒരു സമാധാനം അവിടെ ഉണ്ടാക്കുക എന്നുള്ളതല്ല ഇവരുടെ ലക്ഷ്യമെന്നുള്ളത്. ആയിരുന്നു എന്നുണ്ടെങ്കിൽ October 7 അവരെ ഇറങ്ങി തിരിക്കില്ലായിരുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും. എന്തുകൊണ്ടാണ് ഈ October 7 എടുത്തെടുത്ത് പറയുന്നത്? October 7 മുന്നേ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുന്ന ആളുകൾക്കുള്ള
ഒരു ഉത്തരമാണ് ഈ പറയുന്നത്, നിങ്ങൾ അണ്ണാക്കിലേക്ക് വെച്ച് തരികയാണ്. ഇതുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത്. ഒക്ടോബർ 7 തന്നെയാണ് ഇത് തുടങ്ങിയത്. ഒക്ടോബർ 7 മുന്നേ ഗാസ വാസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ് അത് സാക്ഷ്യപ്പെടുത്തി നിങ്ങളുടെ മുന്നിൽ വീഡിയോ ആക്കി ഇറക്കി നിങ്ങൾക്ക് വെച്ച് തന്നിരിക്കുന്നത് നമ്മളുടെ മുക്കാൽ മീഡിയ തന്നെയാണ്. ഇൻ്റർനാഷണൽ വെറും ലോക്കൽ മുക്കാൽ മീഡിയ ഒന്നുമല്ല, ഇൻ്റർനാഷണൽ മുക്കാൽ മീഡിയയും കൂടി ആവുമ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്താണ് ഡൗട്ട് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇനിയെങ്കിലും ഈ ചോദ്യം ചോദിക്കണമെന്ന് അവസാനിപ്പിക്കണം എന്നാണ് എനിക്കിവിടെ പറഞ്ഞു വെക്കാനുള്ളത്. ഇനി ഹിസ്ബുള്ള എന്താണ് അവിടെ ചെയ്യുന്നത് അതും കൂടി ഒന്ന് കേൾക്കാം. കാരണം നമ്മളിപ്പോൾ ലെബനോൻ ആക്രമിക്കുന്നു, ഹിസ്ബുള്ള ആക്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക ഈ ലെബനോൻ്റെ അവിടുത്തെ ആ ഒഫീഷ്യൽ ആർമിയാണ് ഈ പണിയായിട്ട് ഇറങ്ങിയത് എന്നാണ്. അല്ല, ലെബനോനിലെ ഒരു തീവ്രവാദ കൂട്ടം, അവിടുത്തെ ഒരു ഹമാസ് പോലെ തന്നെ ആളുകൾ വലിയ തോതിൽ അകറ്റി നിർത്താൻ ശ്രമിക്കുന്ന, അവിടുത്തെ ക്രിസ്ത്യൻ ജനതയൊന്നും ഒരിക്കലും അംഗീകരിക്കാത്ത, അവിടുത്തെ ഔദ്യോഗികമായ പക്ഷം ആരും തന്നെ അംഗീകരിക്കാത്ത ഒരു കൂട്ടം ആളുകളാണ് ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നത്. ഒരു തീവ്രവാദ സംഘടന തന്നെയാണ്. പല രാജ്യങ്ങളും അത് തീവ്രവാദ സംഘടനയായിട്ട് പ്രോസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു സംഘടനയാണ്. ആ സംഘടനയാണ് ഇവിടെ അറ്റാക്കിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് എന്താണ് ഈ ലെബനോനിലെ ആളുകൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഒന്ന് കേൾക്കാം. അത് പറയാൻ വേണ്ടിയിട്ട് ഈ താത്താക്കുട്ടി ഇവിടെ നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. حرب جهنمية وجودية ننهي هذا الموقف ونحن رهائن مخطوفين من قبل جماعة ما بتعرف شيء عن شو عم بيصير حواليها بالكوكب، عايشين مع جماعة ما بتعرف كيف ماشي النظام العالمي، ولا بتعرف كيف ماشي اقتصاد العالم، ولا بتعرف وين صارت تكنولوجيا العالم، والأخطر إنها ما بتعرف شيء عن الموازين العسكرية بالعالم. نحن اليوم تعرفوا مثل شو؟ مثل ركاب طيارات 11 أيلول، ناس مأخوذين بطيارة مش شايفين شو عم بيصير حواليهم، عم بيسوقها شخص واحد وما عندهم أي معلومة أو فكرة لوين رايحين، بس أكيدين إنه هالشخص أخذهم على مصيبة وعلى موت محتم. ഓക്കെ, അതായത് മിഡിൽ ഈസ്റ്റിലെ ഒരു സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ അറിയപ്പെടുന്നൊരു സ്ഥലമാണ് ഈ ലെബനോൻ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് മിഡിൽ ഈസ്റ്റിലെ ഗാസ എന്നാണ് ഇപ്പോൾ ലെബനോൻ അറിഞ്ഞ് വരുന്നത്. കാരണം ഏതാണ്ട് ആ മോഡലിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കാൻ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ അറിയാൻ കഴിഞ്ഞ ചില വാർത്ത എന്ന് പറയുന്നത് അവിടുന്ന് ഹിസ്ബുള്ള തുരുതുര റോക്കറ്റുകളും അതുപോലെ മറ്റ് സാധനങ്ങളും ഇസ്രായേലിലേക്ക് അയച്ചുകൊണ്ടേയിരുന്നു. ഇസ്രായേൽ തിരിച്ച് അങ്ങോട്ട് വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അധികം വൈകാതെ ഇനി അവിടെ നിന്നുള്ള നിലവിളികൾ വരും. ഓൾ ഐസ് ഓൺ ലെബനോൻ എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിൽ അവിടെ നിന്ന് വരും. പക്ഷെ ഒരു കാര്യം, ഒരു സമാധാനമുണ്ട്. കാരണം അവിടെ ഈ ഹമാസ് ഇവിടെ നമ്മൾ ഗാസയിൽ ഉള്ളതുപോലെ സപ്രസ് ചെയ്തിട്ടുള്ള ഒരു ജനത മാത്രമല്ല അവിടെ ഉള്ളത്. ലെബനോനിൽ കുറേയും കൂടിയും ഫ്രീ സ്പീച്ചൊക്കെ പൊക്കി പിടിക്കുന്ന കുറേ ഇതുപോലെയുള്ള ആളുകൾ വേറെ ഉള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് കുറേ ആളുകൾ വെളിയിലും താമസിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരിലൂടെയും കുറേയും കൂടിയും ക്ലിയർ ആയിട്ടുള്ള പിക്ചർ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. നിലവിളി അധികം അവിടുന്ന് കേൾക്കില്ല, അല്ലെങ്കിൽ നിലവിളിയോടൊപ്പം സത്യാവസ്ഥയും കൂടി കേൾക്കാനുള്ളൊരു സാധ്യത അവിടുന്നുണ്ട്. എന്തായാലും ഞാൻ ഇത്ര നേരം പറഞ്ഞത് ഇവിടം വരെയുള്ള കാര്യങ്ങൾ എന്തായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്, എന്താണ് ഇവിടെ എത്തി നിൽക്കുന്നത്, ഇതിൽ കള്ളത്തരങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നതാണ്. ഇത് നിങ്ങൾ കണ്ടു. ആ ഗാസയിലുള്ള ജനങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി അവരുടെ ദൈനംദിന കാര്യങ്ങൾ നോക്കി ജീവിച്ചു വന്നിരുന്നതിൻ്റെ ഇടയിലേക്ക് ഒക്ടോബർ 7 അവിടെ കൊണ്ടെത്തിച്ച് ആ ജനങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാക്കിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹമാസാണ്. അവിടെ ഇസ്രായേലിന് ഒരു പങ്കുമില്ല, 0 പങ്ക് എന്ന് തന്നെ നമ്മൾ പറയണം. അത് പറയാൻ നമുക്ക് സാധിക്കണം. അതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അത് പറയാതെ നിങ്ങൾക്ക് ഇതിനകത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ നിങ്ങൾ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ വിഷയത്തെ കാണാൻ ശ്രമിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ശ്രമിക്കുന്നില്ല എന്ന് വേണം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ. ശ്രമിച്ചാൽ ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഇനിയും ഇതിനകത്ത് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് സംഭവിച്ചു എന്ന് പറയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നോളൂ. തെറ്റെന്ന് നമ്മൾ പറയുന്നതിനേക്കാളും മുന്നേ തന്നെ ഇസ്രായേൽ സമ്മതിക്കുന്നത് നിങ്ങൾക്ക് കാണാം. നമ്മൾ കണ്ടു കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ റാഫയിൽ 40ഓളം ആളുകൾ മരിക്കുന്ന ഒരു കാഴ്ച. എന്താ അവിടെ നമ്മൾ കണ്ടത്? അതായത് അത് അങ്ങനെ വന്നപ്പോൾ ഇസ്രായേൽ നാട്ടുകാർ മുഴുവൻ പറഞ്ഞു, നിങ്ങൾ 40 പേരെ ചുട്ടുകൊന്നു, അതും ഇതുപോലെ ഹ്യൂമാനിറ്റേറിയൻ ഒരു എയ്ഡ് പോസ്റ്റിൽ പോയിട്ട് ബോംബൊക്കെ ഇട്ട് നിങ്ങൾ ഇതുപോലെ കൊല്ലുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ച് നാട്ടുകാർ ഓൾ ഐസ് ഓൺ റാഫ എന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ ഇസ്രായേൽ പോലും മാപ്പ് പറഞ്ഞു. പക്ഷേ അവർ അന്വേഷണം പ്രഖ്യാപിച്ചു. അതിനോടൊപ്പം എന്താണ് അവിടെ സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി അവർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് അവർ തന്നെയാണ് കണ്ടെത്തിയത്. അത് വെറുതെ
ഉണ്ടാക്കി പറയല്ല ചെയ്തത്. ആ വിഷയത്തിൻ്റെ പിന്നിലുള്ള സംസാരങ്ങൾ, അതിൻ്റെ ടെലിഫോണിക് കോൺവെർസേഷൻ അടക്കം പുറത്ത് വിട്ടു. എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത്. അതായത് അവിടെ ബോംബിട്ടപ്പോൾ 17 കിലോ ഉള്ള 2 ബോംബ് ആണ് അവിടെ വിട്ടത്. അത് ചെറിയ 17 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാർ ഏരിയയിലൊന്നും അത് അത്ര വലിയ സംഭവമൊന്നുമല്ല, ചെറിയ സാധനമാണ്. അങ്ങനെ വിട്ട് 2 പേരെ കൊല്ലാൻ വേണ്ടി 3 തീവ്രവാദികളെ കൊല്ലാൻ വേണ്ടിയിട്ട് നടത്തിയ ഓപ്പറേഷൻ, അതിൽ അവർ കൊല്ലപ്പെടുന്നു. പക്ഷേ ഇതിനോ അടുത്ത് ഈ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് പോസ്റ്റിനകത്ത് ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ലാത്തൊരു സാധനം അവിടെ ഉണ്ടായിരുന്നു. അത് ഹമാസിൻ്റെ വെടിക്കോപ്പുകളായിരുന്നു. അവരവിടെ കൊണ്ടുവന്നാണ് ഈ സാധനം സൂക്ഷിച്ചിരിക്കുന്നത്. കാരണം അവർക്കറിയാം ഇസ്രായേൽ ഒരിക്കലും അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ബോംബിടില്ല എന്ന്. എന്നിട്ട് അവിടെ അവർ കൊണ്ടുവെക്കുന്നു. ആ ഉറപ്പിൻ്റെ പുറത്ത് അവരവിടെ കൊണ്ടുവെക്കുന്നു. ഇസ്രായേൽ അതിൽ ബോംബിട്ടിട്ടില്ല, പക്ഷേ ബോംബിട്ടത് ഇപ്പുറത്താണ്, ഈ ഇരിക്കുന്ന 2 പേരുടെ അവരെ തീർക്കുന്നതിന് വേണ്ടിയിട്ട്. അതിന് ഇട്ട സമയത്ത് അതിൽ നിന്നുള്ള ഫയർ ഇപ്പുറത്തേക്ക് വീഴുകയും ഈ ആയുധശേഖരം കത്തിപ്പിടിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 40 പേര് മരിക്കുന്ന അവസ്ഥ ഉണ്ടായത് എന്ന് പുറത്തു വിടുന്നു. അത് ജനങ്ങൾ, അവിടെയുള്ള ആളുകൾ തന്നെ, തീവ്രവാദികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്, ആ ടെലിഫോണിക് കോൺവെർസേഷൻ അവിടെ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ട് അതും പുറത്തു വിടുന്നു. തെളിവുകൾ പുറത്തു വന്നപ്പോൾ പിന്നെ ആരും മിണ്ടുന്നില്ല. ഇതാണ് അവിടെ ഉണ്ടായത്. ഏത് വിഷയവും നിങ്ങളെടുത്ത് നോക്കിക്കോളൂ, ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇതിനു മുന്നേ ഗാസ സിറ്റി ഹോസ്പിറ്റലിൽ 500 പേരെ കൊന്നു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത നിങ്ങൾ കണ്ടു. എന്താ അവിടെ സംഭവിച്ചത്? ആദ്യം ഇസ്രായേൽ മാപ്പ് പറയുന്ന അവസ്ഥയാണ്, അല്ലെങ്കിൽ തെറ്റുപറ്റി എന്ന് പറയുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. പിന്നീട് അവരെ അന്വേഷണം നടത്തുന്നു. അന്വേഷണത്തിൽ എന്താ കണ്ടത്? അതിൻ്റെ മൂലയിൽ ഇരുന്നിട്ട്, അവിടെ കോലായിൽ ഇപ്പുറത്ത് വടക്കേ മൂലയിൽ കുത്തിയിരുന്നിട്ടായിരുന്നു ഇസ്രായേലിലേക്ക് റോക്കറ്റ് വിട്ടുകൊണ്ടിരുന്നത്. ഏത്? ഹോസ്പിറ്റലിൻ്റെ മൂലയിൽ. അങ്ങനെ വിട്ട റോക്കറ്റ് ഇസ്രായേലിലേക്ക് തൊടുത്ത് വിട്ടത് ഉന്നം തെറ്റി തിരിഞ്ഞ് അതേ മൂട്ടി തന്നെ വന്ന് പൊട്ടി. ആ പൊട്ടിയപ്പോൾ അവിടെയും ആയുധപ്പുരയിലേക്കാണ് തീ പടരുന്നതും അവിടെ വലിയ സ്ഫോടനം ഉണ്ടാകുന്നു. ഹോസ്പിറ്റലിനകത്തേക്ക് വരെ തീ പടരുന്നു, അവിടെ കത്തിപ്പിടിക്കുന്നു. 500ഓളം ആളുകൾ മരിക്കുന്നു. ഈ 500ഓളം ആളുകൾ മരിക്കുന്നു എന്നുള്ളത് ഇത് പറഞ്ഞു പോയതുകൊണ്ട് പറഞ്ഞു വെച്ചതാണ് കേട്ടോ. കാരണം 500 പേര് മരിച്ചു എന്നുള്ളതിന് ഒരു തെളിവുമില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. പക്ഷേ അത് ഇസ്രായേലാണ് എന്ന് ഉറപ്പുണ്ടായിരുന്നുണ്ടെങ്കിൽ അവർ 500 ഉറച്ചു നിന്നേനെ. പക്ഷേ ഇത് സ്വന്തം റോക്കറ്റ് മൂട്ടിൽ വന്ന് പൊട്ടിയതായതുകൊണ്ട് അവർ പിന്നെ 500ൻ്റെ കണക്ക് എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം അത് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ 500 പേരെ കൊന്നു എന്ന് പറയുന്നത് മോശമല്ലേ. അതുകൊണ്ട് കണക്ക് ചെറിയതായിട്ടൊരു പെശകൊക്കെ ഉണ്ട്, ഞങ്ങളൊന്നുകൂടി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയായി പിന്നത്തെ കാര്യം. ഇതാണ് അവിടെ നടക്കുന്നത്. ഇങ്ങനെ എത്ര സംഭവങ്ങൾ ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താവുന്ന കാര്യങ്ങളാണെന്നാണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഇപ്പോൾ വന്ന പുതിയ ഒരു വാർത്ത എന്ന് പറയുന്നത് ഹമാസിൻ്റെ ആ നാട്ടിലുള്ള അവസ്ഥ എന്ത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി ഹമാസിൻ്റെ സപ്പോർട്ട് കുറയുന്നു എന്നുള്ളത് മാത്രമല്ല, ഒരു കാരണവശാലും ഒക്ടോബർ 7 മുന്നേ നടക്കാൻ സാധ്യതയില്ലാത്തൊരു സംഗതി അതിപ്പോൾ നടക്കുന്നു എന്നതാണ് ഇതിലേറ്റവും വലിയ ഹൈലൈറ്റ്. അതല്ലാതെ പൂർണ്ണമായിട്ട് ഹമാസ് അങ്ങ് ഇല്ലാതെയായിട്ട് ഉണ്ടെന്നോ അല്ലെങ്കിൽ നാട്ടുകാർ മുഴുവൻ ഹമാസിനെടുത്ത് പള്ളയെ കളഞ്ഞെന്നോ ഇതൊന്നുമല്ല നമ്മൾ പറയുന്നത്. അതായത് നമ്മളിപ്പോൾ സാധാരണ റാവുത്തർ ചത്തേ എന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ മിനിമം റാവുത്തറിൻ്റെ ബോധമെങ്കിലും ഒന്ന് പോകണം എന്ന് നമ്മൾ പറയും. റാവുത്തർ ബോധത്തോടു കൂടി അവിടെ ഉണർന്നിരിക്കുന്ന സമയത്ത് ഒരു പട്ടിക്കുഞ്ഞ് പോലും റാവുത്തർ ചത്തേ എന്ന് പറയില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ആ ആളുടെ പവർ അവിടെ ഉണ്ട്, ആളെ എല്ലാവരും പേടിക്കും എന്ന് പറഞ്ഞ മാതിരി ഒക്ടോബർ 7 മുന്നേ ഹമാസിനെ ഒരു പട്ടിക്കുട്ടിക്ക് പോലും എതിർത്തൊരു കാര്യം പറയാൻ സാധിക്കില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞ ആളുകളെ കൊന്നു തള്ളുന്ന കാഴ്ചയായിരുന്നു ഈ ഗാസയിലെ ഹമാസ് നടത്തിക്കൊണ്ടിരുന്നത്. വെടിവെച്ചിടുക. ഇതിൻ്റെ ഇടയിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇവർക്കെതിരെ പറഞ്ഞ ആളുകൾ വെടിവെച്ചിടുന്നത് വീഡിയോസ് പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ നടന്നിരുന്ന സ്ഥാനത്ത് നിന്നും മാറി ഇന്ന് ഹമാസിനകത്ത് തന്നെയുള്ള ഒഫീഷ്യൽസ് എന്നൊക്കെ വിളിക്കാവുന്ന അതിൻ്റെ തന്നെ തീവ്രവാദ കൂട്ടത്തിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അവർ പുറത്തു വന്നിട്ട് പറയാണ് ഇവർ ശരിയല്ല, ഇവർ ചെയ്തത് വലിയ പ്രശ്നമായി എന്ന് BBC റിപ്പോർട്ടേഴ്സിൻ്റെ അടുത്ത് പറയുന്ന കാഴ്ച. പേര് വെളിപ്പെടുത്താനൊക്കെ ബുദ്ധിമുട്ടിയാണ് അവർ പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ഇറോഷൻ സംഭവിച്ചിരിക്കുന്നത് മാത്രമല്ല, അവിടെ ആ റാവുത്തർ ബോധം കെട്ട് കിടക്കുന്ന അവസ്ഥയായതുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ തുറന്നു പറയാൻ സാധിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ഒരു വസ്തുത. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചില ചിത്രങ്ങളും വീഡിയോസൊക്കെയാണ്. വീഡിയോ നമുക്കിവിടെ പ്ലേ ചെയ്യാൻ കഴിയില്ല, അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ചിത്രങ്ങൾ മാത്രമേ ഇവിടെ വെക്കുന്നുള്ളൂ. അതിൽ നിങ്ങൾക്കിവിടെ വായിക്കാം. ഈ ചിത്രത്തിലൊരു ആളിങ്ങനെ ഇരിക്കുകയാണ്. ആരാണത്? എ മാൻ സിറ്റ്സ് ഇൻസൈഡ് എ ബിൽഡിംഗ് ഡാമേജ്ഡ് ബൈ ഇസ്രായേലി സ്ട്രൈക്സ് കണ്ടക്റ്റഡ് ഡ്യൂറിംഗ് എൻ ഓപ്പറേഷൻ ടു റെസ്ക്യൂ 4 ഹോസ്റ്റേജസ് ഹെൽഡ് ഇൻ നുസൈറത്ത് റെഫ്യൂജി ക്യാമ്പ് ലാസ്റ്റ് മന്ത്. അതായത് ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയ ആ ഹോസ്റ്റേഴ്സിനെ പാർപ്പിച്ചിരുന്നത് ഇതേപോലെയുള്ള ബിൽഡിങ്ങുകളുടെ ഉള്ളിലാണ്. ഇസ്രായേൽ അവരെ തിരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആക്രമണം നടത്തും. അതിൻ്റെ അടിയിൽ തുരങ്കമുണ്ടെങ്കിൽ അത് പൊളിക്കും. അങ്ങനെ പൊളിക്കുന്ന സമയത്ത് ആ ബിൽഡിംഗ് അവിടെ നശിക്കുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള സംഗതികൾ ആവർത്തിക്കുമ്പോൾ എന്താണ് ആളുകൾക്ക് പറയാനുള്ളത്? ദ മാൻ ഇൻ ദ വീഡിയോ ഈസ് beside himself a mask of anguish radiating through his bloodied face.
ചോര ഒലിപ്പിച്ച് നിൽക്കുന്ന ആ ഒരു മുഖത്തിൻ്റെ ആ പിന്നിലും അയാളുടെ ആ ഒരു വിഷമം അതവിടെ കാണാമായിരുന്നു എന്നുള്ള രീതിയിൽ ആൾ പറയുകയാണ്, ഐ ആം എൻ അക്കഡമിക് ഡോക്ടർ, ഹി സേസ് ഐ ഹാഡ് എ ഗുഡ് ലൈഫ്. ഓക്കെ, ഓപ്പൺ പ്രിസൻ്റെ കാര്യമാണ് പറയുന്നത് ഗാസ. ബട്ട് വി ഹാവ് എ ഫിൽത്തി ലീഡർഷിപ്പ്. ഏതാണ് ഈ ഫിൽത്തി ലീഡർഷിപ്പ്? ഹമാസ്. ദേ ഗോട്ട് യൂസ് ടു അവർ ബ്ലഡ് ഷെഡ്. ദേ മേ ഗോഡ് കേഴ്സ് ദം, ദേ ആർ സ്കം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇത് ആരുമല്ല, ആരാണ് ഈ പറയുന്നത്? ഇത് ഗാസയിലെ മനുഷ്യന്മാർ തന്നെ പറയാണ്. ഞാനൊരു അക്കാഡമിക് ഡോക്ടറായിരുന്നു, മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ ആ ബ്ലഡ് ഷെഡ് അത് ഇവർക്കൊരു ശീലമായി. ഇപ്പോൾ ഞങ്ങളെ ദുരിതത്തിൽ തള്ളിവിട്ടിരിക്കുന്നു. അവർ ഫിൽത്താണ്, ദേ ആർ ജസ്റ്റ് കം. അവിടെ ദൈവം ശപിക്കട്ടെ എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ദ വീഡിയോ അൺതിങ്കബിൾ ബിഫോർ ദ ഗാസ വാർ was filmed outside a hospital inundated with hundreds of Palestinian casualties after an Israeli operation to free hostages from central Gaza last month. അതായത് ഇത് ഷൂട്ട് ചെയ്ത കാര്യം, ഈ പറഞ്ഞ വിഷയം, ഇത് ഒക്ടോബർ 7 മുന്നേ ഒരിക്കൽ പോലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണെന്ന് പറഞ്ഞു വെക്കുന്നത്. അതായത് റാവുത്തറിൻ്റെ ബോധം അന്ന് ഉണ്ട് പൂർണ്ണമായിട്ട്. അതുകൊണ്ട് റാവുത്തറിന് എല്ലാവർക്കും പേടിയായിരുന്നു. ഇന്നിപ്പോൾ റാവുത്തറിൻ്റെ കയ്യിലിരിപ്പ് കാരണം ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ അകപ്പെട്ട് കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോയപ്പോൾ റാവുത്തറിൻ്റെ പേടി ആളുകൾക്ക് കുറഞ്ഞു തുടങ്ങി എന്നാണ് പറയുന്നത്. ഇതാണ് ആ പറഞ്ഞ വീഡിയോയിലെ ഒരു ഇമേജ്. ഇത് വലിയ ഒരു ബുദ്ധിമുട്ടാണ് കണ്ടിരിക്കാൻ. സെക്കൻഡ്സ് ബിഫോർ ദ വീഡിയോ ആൻഡ് ഹീ ടേൺസ് ടു ദ ക്രൗഡ്. എന്നിട്ട് നാട്ടുകാരുടെ മുന്നിലേക്ക് തിരിഞ്ഞിട്ട്, ഐ എം വൺ ഓഫ് യു, നിങ്ങളിൽപ്പെട്ട ആളാണ് ഞാൻ. ഹി സേസ് ബട്ട് യു ആർ എ കവേർഡ്ലി പീപ്പിൾ, വി ഷുഡ് ഹാവ് അവോയ്ഡഡ് ദിസ് അറ്റാക്ക് എന്ന് പറയാണ്. ഇത് ഒഴിവാക്കണമായിരുന്നു. ഇത് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇസ്രായേലി ചാരൻ, ഞാൻ കൊടി വെച്ചപ്പോൾ ഞാൻ ജൂതൻ, ജൂത ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഈ പണിക്കിരിക്കണം. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത് വാങ്ങിച്ച് പുട്ടടിച്ചിരുന്നാൽ പോരെ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണല്ലോ ആരോപണം. ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഗാസൻ സിറ്റിസൺസ് തന്നെ പറയുന്ന കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതേപോലെ ഒരു ആളെ നമ്മളെ ചാനലിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ചിട്ട്. ഇതുവരെ ഒരാളെ നമുക്ക് പരിചയപ്പെട്ടു വേറൊരാൾ വഴി, പക്ഷേ അവർക്ക് പുറത്ത് വന്ന് സംസാരിക്കാൻ വീണ്ടും ബുദ്ധിമുട്ട് അറിയിച്ചതിൻ്റെ പേരിൽ അവരിപ്പോഴും വന്നിട്ടില്ല. വേറൊരാളെ ഏർപ്പാടാക്കാമെന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും ഒരാൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടുമായിരിക്കാം. എന്തായാലും അവിടെ ഇവർ പറഞ്ഞു വെക്കുന്നത് ഈ ഒക്ടോബർ 7 അത് ഒഴിവാക്കണമായിരുന്നു എന്നാണ് പറയുന്നത്. ആ വീഡിയോ വലിയ തോതിൽ വൈറലായി. ആൻഡ് ഇറ്റ്സ് നോട്ട് ദ ഓൺലി വൺ. ഇത് ഒരെണ്ണമൊന്നുമല്ല. നമ്മൾ കണ്ടിട്ടുണ്ട് ഗാസൻ സിറ്റിസൺസ് ഓരോ സ്ഥലത്തു നിന്ന് അവരുടെ വീട് വിട്ട് മറ്റ് ഈ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് പോസ്റ്റിലേക്ക് നടന്നു പോകുന്ന സമയത്ത്, സെറ്റിൽമെൻറ്റ് ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് അവർ ചുമന്നുകൊണ്ട് പോകുന്ന കുട്ടികൾ, അതല്ലെങ്കിൽ സാധന സാമഗ്രികൾ, അതും ചുമന്നുകൊണ്ട് പോകുമ്പോൾ ഓരോ ചുവടിലും അവർ പറയുന്നത് എന്താണ്? അവരുടെ ഭാഷയെ പറഞ്ഞാൽ വളരെ മോശം ലാംഗ്വേജിൽ അവർ പറയുന്നത് ഹമാസിനെ പച്ചത്തെറി വിളിച്ചിട്ടാണ് പോകുന്നത്. പച്ചത്തെറി എന്ന് പറഞ്ഞാൽ പച്ചത്തെറി അറബിയിലായതുകൊണ്ട് നമുക്ക് സമാധാനിക്കാം, കാരണം ആർക്കൊന്നും മനസ്സിലാവില്ലല്ലോ. ഇതാണ് അവിടെ നടക്കുന്നത്. കാരണം ഞങ്ങൾ മര്യാദയ്ക്ക് ജീവിക്കുകയായിരുന്നു. ഞങ്ങളുടെ ഈ ജീവൻ്റെ മുന്നിൽ നിങ്ങൾ ഇതെന്തിനാണിത് കൊണ്ടിട്ടത്, ഞങ്ങൾ എന്തിനാണ് ഈ ദുരിതത്തിൽ തള്ളിയിട്ടത് എന്ന് ഓരോ ചുവടിലും ചോദിച്ചുകൊണ്ട് അവരുടെ സ്വന്തം വീട് വിട്ടിറങ്ങി നടന്നു പോകേണ്ട ഗതികേട് ആ നാട്ടുകാർക്ക്, അവിടുത്തെ സിവിലിയൻസിന് വെച്ചു കൊടുത്തത് ഹമാസ് തന്നെയാണ്. ഇത് നമുക്ക് പറയാൻ നമുക്ക് സാധിക്കണം എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അതേപോലെ ഇഷ്ടംപോലെ വീഡിയോസ് നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്താം. ഓപ്പൺ ക്രിറ്റിസിസം ഓഫ് ഹമാസ് ഹാസ് ബീൻ ഗ്രോയിങ് ഇൻ ഗാസ ബോത്ത് ഓൺ ദ സ്ട്രീറ്റ്സ് ആൻഡ് ഓൺലൈൻ. എല്ലായിടത്തും അത് പടർന്നു പിടിക്കുന്നു. സം ഹാവ് പബ്ലിക്ലി ക്രിറ്റിസൈസ്ഡ് ഹമാസ് ഫോർ ഹൈഡിങ് ദ ഹോസ്റ്റേജസ് ഇൻ അപ്പാർട്ട്മെൻറ്റ്സ് നിയർ എ ബിസി മാർക്കറ്റ് പ്ലേസ് ഓർ ഫോർ ഫയറിംഗ് റോക്കറ്റ്സ് ഫ്രം സിവിലിയൻ ഏരിയാസ്. ഇതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി പറയുന്നു, നമ്മൾ ജൂത ചാരനാണ്, ഇസ്രായേലി ചാരനാണ്, ഫണ്ടഡാണ്, അതുകൊണ്ടൊക്കെ പറയുന്നു എന്ന് നിങ്ങൾ പറയും. ഇത് ഗാസൻ സിറ്റിസൺസ് പറയുന്ന കാര്യമാണ്. BBC റിപ്പോർട്ടിൽ വന്നതാണ്. അവർ പറഞ്ഞു വെക്കുന്ന കാര്യമാണ്. അതായത് ഹോസ്റ്റേഴ്സിനെ താമസിപ്പിക്കുന്നത് അപ്പാർട്ട്മെൻറ്റ്സ്, ആ അപ്പാർട്ട്മെൻറ്റ് ബിസി മാർക്കറ്റ് പ്ലേസിൽ, അതുകൂടാതെ സിവിലിയൻ ഏരിയാസിൽ ഇരുന്നു കൊണ്ട് റോക്കറ്റ് വിടുന്നു. ഇതാണ് അവിടെ ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ റോക്കറ്റ് ഇസ്രായേലിലേക്ക് വിടുമ്പോൾ ഇസ്രായേൽ മാങ്ങ പറിക്കാൻ പോവില്ല കൂട്ടരെ. അതാണ് നമ്മൾ തുടക്കം പോലെ പറയുന്നത്. അവർ തിരിച്ചിങ്ങോട്ട് വിടും. ആ വിടുന്നതിന് മുന്നേ അവർ മാന്യന്മാരായതുകൊണ്ട് ദേ ഞങ്ങൾ വിടാൻ പോവാണ് കേട്ടോ എന്ന് ആദ്യം ഒന്ന് പറയും. നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഒഴിഞ്ഞു മാറുകയെന്ന് പറയും. അങ്ങനെ ഒഴിഞ്ഞു മാറാൻ അവർ സമ്മതിക്കുന്നില്ല. അപ്പോൾ സിവിലിയൻസ് മരിക്കുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇങ്ങനെ അവരെ ട്രാപ്പ് ചെയ്തിട്ട് അവരുടെ ബ്ലഡ് അത് എത്രത്തോളം പുറത്ത് കൊണ്ടുവരാൻ കഴിയുമോ അത്രയും കൊണ്ടുവന്ന് നോ ബ്ലഡ് നോ ന്യൂസ് എന്ന് പറഞ്ഞ വാചകമായാലും നെസസറി സാക്രിഫൈസ് എന്ന് പറഞ്ഞതായാലും അതിനെ രണ്ടിനെയും സാധൂകരിക്കുക എന്ന് പറയുന്നത്, നിർബന്ധപൂർവ്വം സാധിച്ചെടുക്കുക എന്ന് പറയുന്നത്, അത് ആരുടെയാണ് ആവശ്യം? അത് ഹമാസിൻ്റെയാണ്. അത് ഇസ്രായേലിനല്ല. ഇസ്രായേലിന് ഒരു ആവശ്യമില്ല ഈ സിവിലിയൻസിനെ കൊല്ലണമെന്നുള്ളത്.
അങ്ങനെ ഒരു സംഗതി അവിടെ ഉണ്ടായിരിക്കുകയാണ് നമുക്കിത് പറയേണ്ടി വരുന്നത്. ഇനി റെസിഡൻസ് ഹാവ് ടോൾഡ് ദ BBC ദാറ്റ് സ്വിയറിംഗ് ആൻഡ് cursing has against the Hamas leadership is now common in the markets. മാർക്കറ്റിലൊക്കെ എവിടെ തിരിഞ്ഞാലും ആളുകൾ ഹമാസിനെ തെറി പറയുന്നു. ആൻഡ് ദാറ്റ് സം ഡ്രൈവേഴ്സ് ഓഫ് ഡോങ്കി കാർട്സ് ഹാവ് ഈവൻ നിക് നെയിംഡ്, കഴുതുകൾക്ക് പോലും പേരിട്ടിരിക്കുന്നത് ദെയർ ആനിമൽസ് ആഫ്റ്റർ ദ ഹമാസ് ലീഡർ ഇൻ ഗാസ യഹിയ സിൻവർ. യഹിയ സിൻവറിൻ്റെ പേര് തന്നെയാണ് കഴുതുകൾക്ക് പോലും ഇട്ടിരിക്കുന്നത്. എർജിങ് ദ ഡോങ്കീസ് ഫോർവേഡ് വിത്ത് ഷൗട്ട്സ് ഓഫ് യല്ല സിൻവർ എന്ന് പറഞ്ഞിട്ടാണ് അവരെ പ എന്ന് പറഞ്ഞ് ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അവർക്ക് പുതിയൊരു വാക്ക് പോലും കിട്ടിയിരിക്കുകയാണ്. സിൻവർ എന്നാണത്, യല്ല സിൻവർ. പീപ്പിൾ സേ ദീസ് തിങ്സ് ലൈക്ക് ഹമാസ് ഹാസ് ഡിസ്ട്രോയിഡ് അസ്, ഇതാണ് നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓർ ഈവൻ കോൾ ഓൺ ഗോഡ് ടു ടേക്ക് ദെയർ ലൈഫ്സ്, അവരെങ്ങനെയെങ്കിലും ഒന്ന് നശിപ്പിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കാഴ്ച. ഇതൊക്കെയാണ് നിങ്ങൾക്കിവിടെ വായിക്കാൻ കിട്ടുന്നത്. ഞാൻ ആ മുഴുവനൊന്ന് വായിക്കുകയാണ്. ദേ ആസ് ദ 7 October attacks were for some they were a gift to Israel. ഇസ്രായേലിനാണ് അത് ഒരു സമ്മാനമായി കിട്ടിയത് എന്ന് പറയുന്ന ആളുകളുണ്ട്. സം ആർ ഈവൻ എർജിങ് ദെയർ ലീഡേഴ്സ് ടു എഗ്രി എ സീസ് ഫയർ വിത്ത് ഇസ്രായേൽ. എന്നാൽ മറ്റു ചില ആളുകൾ എത്രയും പെട്ടെന്ന് വെടിനിർത്തലുണ്ടാക്കി പരിപാടി ഒന്ന് അവസാനിപ്പിക്കുക, അവർക്ക് എന്താണോ കൊടുക്കാനുള്ള ആ ഹോസ്റ്റേഴ്സിനെ അങ്ങോട്ട് വിട്ടുകൊടുക്കുക, എന്തിനാ അത് വെച്ചുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കുന്ന നാട്ടുകാർ വേറെയുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഹോസ്റ്റേഴ്സിനെ വിട്ടുകൊടുത്ത് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കുക എന്ന് പറയുന്ന വാചകം, അതായത് ഹോസ്റ്റേഴ്സിന് വിട്ടുകൊടുത്താൽ ഇത് അവസാനിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നിരിക്കെ, ആ ഒരു സാധനം ഒരു സ്ഥലത്ത് പോലും പറയുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നില്ല. നമ്മുടെ നാട്ടിലൊരു ഹമാസ് അനുകൂല റാലി നമ്മൾ നടന്നതായിട്ട് കണ്ടു. എവിടെയെങ്കിലും ഹോസ്റ്റേഴ്സിനൊന്ന് വിട്ടുകൊടുത്ത് ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചാൽ നല്ലതായിരിക്കും എന്ന് പറയുകയോ അതിനു വേണ്ടിയിട്ട് പ്രമേഹം പാസ്സാക്കുന്ന പരിപാടിയോ നിങ്ങൾ കണ്ടോ? ഇല്ല. എന്നാൽ നിങ്ങൾ പല ആവശ്യങ്ങൾക്കും പ്രമേഹം പാസ്സാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള പഞ്ചാര പരിപാടി മാത്രമാണ് നമ്മളുടെ ഇവിടുത്തെ സർക്കാരുകൾക്ക്, കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ ഉള്ളൂ എന്ന് വരുന്നിടത്താണ് ഇതിൻ്റെയൊക്കെ കുഴപ്പം. കാരണം പഞ്ചാര ഒലിപ്പിക്കേണ്ട സ്ഥലത്ത് അങ്ങനെ ഒലിപ്പിച്ചാൽ ചില ഗുണങ്ങൾ അവർക്കുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണ അത് ഇലക്ഷനിൽ നമ്മൾ കണ്ടു. എന്തായാലും ചില വ്യത്യാസങ്ങളൊക്കെ ഇനിയെങ്കിലും കണ്ടേക്കാം ഇതുപോലുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ. ഇനി there are still those in Gaza fiercely loyal to Hamas. അതിൻ്റെ ഇടയിലും ഹമാസിനോട് വലിയ തോതിൽ സപ്പോർട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് റിപ്രസീവ് കൺട്രോൾ, അതാണ് നമ്മളവിടെ നോട്ട് ചെയ്യേണ്ടത്. അതായത് ഹമാസ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഭരിച്ചുകൊണ്ടിരുന്നത് ഒരു ഡെമോക്രസിയോ അതല്ലെങ്കിൽ ഒരു ആളുകൾക്ക് സ്വാതന്ത്ര്യം ഉള്ള ഒരു ഭരണ സംവിധാനമോ ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. അതൊരു റിപ്രസീവ് കൺട്രോൾ തന്നെയായിരുന്നു. ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു നോ ഹൗ ഫാർ ദ ഗ്രൂപ്പ് ഈസ് ലൂസിങ് സപ്പോർട്ട്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ആ സപ്പോർട്ട് അവിടെ നഷ്ടപ്പെടുന്നു എന്നുള്ളത് അളക്കൽ എളുപ്പമല്ല. ഓർ ഹൗ ഫാർ എക്സിസ്റ്റിംഗ് ഒപ്പോണൻറ്റ്സ് ഫീൽ മോർ ഏബിൾ ടു സ്പീക്ക് ദെയർ മൈൻഡ്സ്. അത് എത്രത്തോളം എതിർത്ത് നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ ഉള്ളിലുള്ളത് പുറത്ത് തുറന്നു പറയാൻ സാധിക്കുന്നു എന്നുള്ളതും അളക്കാൻ സാധിക്കുന്നില്ല. ബട്ട് എ സീനിയർ ഹമാസ് ഒഫീഷ്യൽ പ്രൈവറ്റ്ലി അക്നോളജ് ടു ദ BBC months ago that they were losing support as a result of the war. എന്തായാലും ഈ വാർ കാരണം, ഈ ഒരു യുദ്ധം കാരണം ഞങ്ങളുടെ ഗ്രൗണ്ട് സപ്പോർട്ട് അവിടെ കുറഞ്ഞു വരുന്നു എന്ന് അവിടെ ഉള്ളിൽ തന്നെയുള്ള ആളുകൾ പറയുന്നു. ആൻഡ് ഈവൻ ഇത് തെളിയിക്കാനുള്ള മറ്റ് ചില സംഗതികളുണ്ട്. ഇതിൽ തന്നെ പറയുന്നുണ്ട്. ഐ മീൻ ഈവൻ സം ഓൺ ദി ഗ്രൂപ്പ്സ് ഓൺ പേറോൾ ആർ വേവറിങ്. അതിനകത്ത് ഈ അവരുടെ തന്നെ ശമ്പളം പറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പോലും അവരുടെ ശങ്ക പ്രകടിപ്പിച്ചു തുടങ്ങി. വൺ സീനിയർ ഹമാസ് ഗവൺമെൻറ് എംപ്ലോയി ടോൾ ദ BBC that the Hamas attacks were a crazy uncalculated leap. ഇതൊരിക്കലും വേണ്ടാത്ത ഒരു സാധനമായിരുന്നു, ഒരു ഭ്രാന്തൻ നടപടിയായി പോയി, കണ്ണും മൂക്കുമില്ലാതെ ചെയ്തൊരു സാധനമായി പോയി എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഇതിപ്പോഴും സ്വാതന്ത്ര്യ സമരമാണ് കേട്ടോ, അത് നമ്മൾ കുറച്ച് കാണാൻ പാടില്ല. എന്ത് പോക്കിരിത്തരം ഇവർക്ക് ചെയ്യാമെന്നാണല്ലോ സ്വരാജ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഈ പോക്കിരിത്തരം നമ്മൾ തൽക്കാലം അങ്ങ് അംഗീകരിക്കുക. ഹി സെഡ് ദാറ്റ് വി കൺസീൽ ഹിസ് ഐഡൻറ്റിറ്റി. ഇനി ഐ നോ ഫ്രം മൈ വർക്ക് ദാറ്റ് ദ ഹമാസ് ഗവൺമെൻറ് ദാറ്റ് ഇറ്റ് പ്രിപ്പയർഡ് വെൽ ഫോർ ദ അറ്റാക്ക് മിലിറ്ററിലി. അവർ വലിയ തോതിൽ മിലിറ്ററി ഒരുക്കങ്ങളൊക്കെ അവർ നടത്തിയിരുന്നു. ബട്ട് ഇറ്റ് നെഗ്ലക്റ്റഡ് ദ ഹോം ഫ്രണ്ട്. അവർ പക്ഷേ സ്വന്തം വീട്ടിൽ നടപ്പിലാക്കേണ്ട ചില കാര്യങ്ങൾ അവർ മറന്നുപോയി. ദേ ഡിഡ് നോട്ട് ബിൽഡ് എനി സേഫ് ഷെൽട്ടേഴ്സ്. തിരിച്ചിങ്ങോട്ട് ബോംബ് വരുമ്പോൾ അതെങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ളത് ഇവർ ആലോചിച്ചില്ല, അതിന് വേണ്ട പണിയെടുത്തില്ല. ഫോർ പീപ്പിൾ ദേ ഡിഡ് നോട്ട് റിസർവ് ഇനഫ് ഫുഡ്, അതും ഉണ്ടായില്ല. ഭക്ഷണം കരുതിയില്ല. ഫ്യൂവൽ ആൻഡ് മെഡിക്കൽ സപ്ലൈസ്, ഇതൊന്നും ഉണ്ടായില്ല. ഇഫ് മൈ ഫാമിലി ആൻഡ് ഐ സർവൈവ് ദിസ് വാർ, ഇനി ഈ വാർ അവസാനിച്ച് ഞങ്ങൾ ജീവനോടെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ഐ വിൽ ലീവ് ഗാസ ദ ഫസ്റ്റ് ചാൻസ് ഐ ഗെറ്റ്. അതായത് നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്, ഈ വാർ അവസാനിപ്പിച്ച് ഈ ഭരണം തിരിച്ച് ഗാസയിലേക്ക് വെച്ചു കൊടുത്തു കഴിയുമ്പോൾ എന്താണ് ഉണ്ടാവാൻ പോകുന്നത്?
ഗാസയിൽ ഉണ്ടാവാൻ പോകുന്നത് ഒരു താലിബാൻ മോഡൽ ഒരു ഭരണം ആയിരിക്കും. അവിടെ സമാധാനമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം ഇതിന് മുന്നേയും സമാധാനം ഉണ്ടായിട്ടില്ല. 2005 മുതൽ അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ഹമാസ് തന്നെയാണ്. റിപ്രസീവ് കൺട്രോൾ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അടിച്ച് ഒതുക്കി തന്നെയാണ് കാര്യങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം അതുകൂടി ഒന്ന് വായിച്ചേക്കാം. ദർ ആർ ഒപ്പോസിഷൻ ടു ഹമാസ് ലോങ് ബിഫോർ ദ വാർ, ദോ മച്ച് ഓഫ് ഇറ്റ് റിമെയിൻഡ് ഹിഡൻ ഫോർ ഫിയർ ഓഫ് റിപ്രൈസൽസ്. അതായത് ഇതിന് മുന്നേ ഉണ്ടായിരുന്നു, പക്ഷേ എതിർപ്പുകളും അല്ലെങ്കിൽ ഈ എന്താണ് പകരം വീട്ടലുകൾ അതൊക്കെ പേടിച്ചിട്ട്, തിരിച്ചടികൾ പേടിച്ചിട്ട്, അല്ലെങ്കിൽ അക്രമം അല്ലെങ്കിൽ ശിക്ഷയൊക്കെ പേടിച്ചിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് സമാധാനമായിരുന്നു. ദ ലാസ്റ്റ് ടൈം പലസ്തീനിയൻ ഇലക്ഷൻസ് വർ ഹെൽഡ് ഇൻ 2006. എന്താണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് നകുലേട്ട? 2006 അവിടെ അവസാനത്തെ ഇലക്ഷൻ നടന്നത് എന്ന്. അതിനുശേഷം ഇലക്ഷൻ നടക്കാതെ പോയത് എന്തുകൊണ്ടാണ്? ഇസ്രായേൽ കാരണമാണോ നകുലേട്ട? അല്ല. അത് ആര് കാരണമാണ്? വായിച്ചോളൂ. ഇൻ ദ പാർട്ടി ലിസ്റ്റ് വോട്ട് ഗാസൻസ് വോട്ടഡ് ഫോർ ഹമാസ് ഇൻ 15 out of 24 സീറ്റ്സ് ഇൻ ദ ടെറിട്ടറി. 2006 ഹമാസിനെ നാട്ടുകാരെല്ലാവരും കൂടി ജയിപ്പിച്ചു. ഇൻ ദ അതർ 9 districts വോട്ടേഴ്സ് ചോസ് എ ഡിഫറെൻറ്റ് പാർട്ടി. 9 സ്ഥലത്ത് വേറെ ആളുകളെ അവർ തിരഞ്ഞെടുത്തു. എ ഇയർ ലേറ്റർ ഹമാസ് വയലൻ്റ്ലി ഇജക്റ്റഡ് പലസ്തീനിയൻ അതോറിറ്റി ഫോഴ്സസ് ഫ്രം ഗാസ, കോസിങ് എ ബിറ്റർ റിഫ്റ്റ് വിത്ത് ദ റൈവൽ ഫത്ത മൂവ്മെൻറ്റ്. അവിടെ ഉണ്ടായിരുന്ന ഫത്ത പാർട്ടി, അതിൻ്റെ കീഴിൽ അവരുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആ ഒരു ഏരിയ, ആ ഫോഴ്സിനെ ഈ ഹമാസ് അവിടുന്ന് മൊത്തത്തിൽ അടിച്ചോടിക്കുന്നു. ആൻഡ് ടുക്ക് ഓവർ ദ റണ്ണിങ് ഓഫ് ദ ഹോൾ ഗാസ സ്ട്രിപ്പ്. ഇതാണ് അവിടെ ഉണ്ടായത്. അതായത് 24-ൽ 15 എന്ന് പറഞ്ഞു, 9 എണ്ണം വേറെ ആളാണെന്ന് പറഞ്ഞു. ആ 9 എണ്ണത്തിലും കയറിയിട്ട് എല്ലാത്തിനെയും തവിട് പൊടിയാക്കി എല്ലാത്തിനും ഓടിച്ചു. ഇവിടെയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇപ്പോൾ ഒക്ടോബർ 7 മുതൽ ഇന്നിപ്പോൾ നമ്മൾ കേൾക്കുന്ന ഈ ജൂലൈ 4 എത്തി നിൽക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ വെസ്റ്റ് ബാങ്കിൽ നിന്നും ഒരു ഒച്ചയോ അനക്കമോ മുരടനക്കമോ എന്തെങ്കിലും സാധനം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കേൾക്കില്ല. എന്താ കാരണം? സത്യത്തിൽ ഈ ഹമാസ് ഇല്ലാതെയാകണമെന്നുള്ളത് അത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇസ്രായേലിനേക്കാൾ കൂടുതൽ അത് വെസ്റ്റ് ബാങ്കുകാരാണ്. എന്താ കാരണം? വെസ്റ്റ് ബാങ്കുകാർ മര്യാദയ്ക്ക് ഭരിക്കണം. അവരത്ര വലിയ മിടുക്കന്മാരൊന്നുമല്ല. അവരവിടെ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള അഴിമതിയും ഇതുപോലുള്ള പോക്കെടുത്തൊക്കെ അവരവിടെ ചെയ്യുന്നുണ്ട്. എന്നാലും തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ മാതിരി അവർ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നു. അവിടെ ഏതായാലും ഇസ്രായേൽ ബോംബിടുന്നൊരവസ്ഥ അവരുണ്ടാക്കി വെച്ചിട്ടില്ല. പക്ഷേ അവിടെ മറ്റ് ചില വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. സെക്യൂരിറ്റി ഇഷ്യൂസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അവരവിടെ ത്രൈവ് ചെയ്യുന്നുണ്ട് ഒരുവിധം. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കിയത്, അതിൽ വലിയ പങ്ക് വഹിക്കുന്നത്, ഈ വലിയ ഒരു പ്രശ്നം അവിടെ നേരിടുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റ് ബാങ്ക് തന്നെയാണ്. കാരണം എന്താണ്? സത്യത്തിൽ ഇവിടെ ഗാസ അല്ലെങ്കിൽ പാലസ്തീനിലേക്ക് ഈ എയ്ഡ് മണി വരുന്ന സമയത്ത് അത് വെസ്റ്റ് ബാങ്കിലേക്കും പോവും, ഗാസയിലേക്കും പോവും. ഇന്നിപ്പോൾ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റ് ബാങ്കിലേക്ക് ഉള്ളതൊക്കെ ഒന്ന് ലേശം പിടിച്ചൊക്കെയാണ് കൊടുക്കണം. നിൽക്ക്, ഇവിടെ അപ്പുറത്ത് ഗാസയിൽ ആകെ പ്രശ്നമാണ്, നിങ്ങളിപ്പോൾ അതൊന്ന് ചോദിക്കല്ലേ എന്ന് പറഞ്ഞ് നാട്ടുകാർ മുഴുവൻ എല്ലാം ഗാസയിലേക്ക് കൊടുക്കുന്നു. സ്വാഭാവികമായിട്ട് ഇവർക്ക് പ്രശ്നം ഉണ്ടാവില്ലേ? അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, കുശുമ്പ്. അപ്പോൾ ഞങ്ങൾക്ക് യുദ്ധം കിട്ടിയില്ല, നിങ്ങൾക്ക് മാത്രമേ യുദ്ധം കിട്ടിയുള്ളൂ എന്നും പറഞ്ഞിട്ടുള്ള കരച്ചിൽ, അത് പുറത്തെടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ ഒരു കരച്ചിലായിപ്പോയില്ലേ? അല്ലെങ്കിൽ അതെങ്കിലും പുറത്ത് കേട്ടാനെ, ഞങ്ങൾക്കൊന്നും യുദ്ധം തരാൻ ആരുമില്ല, ഇസ്രായേലിന് അല്ലെങ്കിൽ ഞങ്ങളോട് പണ്ടേ സ്നേഹമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് അങ്ങനെ ഒരു പിടിച്ചടക്കണം എന്നൊരു ലക്ഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കണ്ണും മൂക്കും ഇല്ലാതെ ഗാസ 2 ബോംബ് ഇടുന്ന കൂട്ടത്തിൽ ഒരു 10 എണ്ണം ഇടുമ്പോൾ 2 എണ്ണം അറിയാതെ വെസ്റ്റ് ബാങ്കിൽ കൊണ്ടിട്ട് അതറിയാതെ വീണ് പോയതാണെന്നെങ്കിലും വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യുമ്പോൾ 2 ബോംബ് 10 മണിക്ക് ഗാസയിലേക്ക് ഇന്ന സ്ഥലത്തേക്കെന്ന് പറഞ്ഞ് വിടുന്നു, അല്ലെങ്കിൽ പലസ്തീനിലേക്ക് 2 ബോംബ് എന്ന് പറഞ്ഞ് വിടുന്നു. അങ്ങനെ വിടുന്ന സമയത്ത് 10 മണിയാകുമ്പോൾ തന്നെ സാധനം ട്രിഗർ ആവുന്നു, 2 ബോംബ് നേരെ പലസ്തീനിലേക്ക് പോകുന്നു. കമ്പ്യൂട്ടറിന് അറിയില്ലല്ലോ ഈ വെസ്റ്റ് ബാങ്ക് ഇതിനകത്ത് വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ളത്. കമ്പ്യൂട്ടർ ഓക്കെ, അതും പലസ്തീൻ ഇതും പലസ്തീൻ, എന്നാൽ പിന്നെ 2 ഇടത്തേക്കും ഓരോന്ന് ഇട്ടേക്കാം, ഏതായാലും ഒരു വഴിക്ക് പോകണമെന്നല്ലേ ബോംബ് എന്നും പറഞ്ഞിട്ട് ഇട്ടുമെന്ന് വിചാരിക്കുക. ആർക്കും കുറ്റം പറയാൻ കഴിയുക. പക്ഷെ അത് സംഭവിക്കുന്നില്ല. എന്താ കാരണം? അവിടെ ആ പ്രശ്നം അവിടെ ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി അതുമാത്രമല്ല, ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് വെസ്റ്റ് ബാങ്കിൽ നിന്നും മുഹമ്മദ് അബ്ബാസ് വന്ന് പറഞ്ഞ എന്താണ്? ഹമാസ് ഞങ്ങളെ പ്രതിനിധീകരിക്കുന്നില്ല, നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് തുടക്കത്തിൽ തന്നെ വന്ന് പറഞ്ഞ് കൈ കഴുകിയ ടീമാണ് നമ്മളുടെ മഹ്മൂദ് അബ്ബാസ്. എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അതായത് ഇത് അവരുടെ കയ്യിലിരിപ്പും അവരുണ്ടാക്കി വെച്ചിട്ടുള്ള പൊല്ലാപ്പുമാണ്, അത് നിങ്ങളായിട്ട് തീർത്തോണം. അതും പറഞ്ഞ് ഈ വെസ്റ്റ് ബാങ്കിലേക്ക് വന്ന് നമ്മുടെ കഞ്ഞൂടി മുട്ടിക്കരുത്. ഞങ്ങളിവിടെ തൽക്കാലം ഇങ്ങനെ എന്താണ് ഒരു ഓപ്പൺ എയർ പ്രിസണിൽ ഞങ്ങളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫോട്ടോ ഒക്കെ ഞങ്ങൾ എടുത്ത് വെക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഇനി അഥവാ ആരെങ്കിലും വന്ന് ബോംബിട്ടാൽ ഞങ്ങൾക്ക് വീഡിയോ എടുക്കണമല്ലോ, അല്ലെങ്കിൽ ഇത് പിന്നീട് ബിഫോർ പിക്ചർ വേണമല്ലോ, അതൊക്കെ ഞങ്ങളിങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ആഫ്റ്റർ എടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരുക്കം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ശല്യം ചെയ്യുന്നതാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ഹമാസ് ആയി, അത്
അത് പലസ്തീനുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ആദ്യം പറഞ്ഞത് ഈ വെസ്റ്റ് ബാങ്ക് തന്നെയാണ്. അതിപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവരിപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഹമാസ് എന്ന് പറഞ്ഞാൽ പലസ്തീനാണെന്നാണ്. അതുമാത്രമല്ല, അവർ സ്വാതന്ത്ര്യ സമര പോരാളികളാണ് എന്നും കൂടിയാണ് പറഞ്ഞു വെക്കുന്നത്. ഒക്ടോബർ 7 ഇനി കുറച്ചുകൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഓഗസ്റ്റ് 15 പോലെ സ്വാതന്ത്ര്യ സമര ദിനമായിട്ടോ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ടൊക്കെ ചിലപ്പോൾ ഇനി ആഘോഷിച്ചെന്ന് വരും. പഠിച്ചോൻ കാത്താൽ മതി. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇതാണ് ഈ വിഷയം. ഇനി അമീൻ അബേദ്, എ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ്, സെഡ് he had been arrested many times for speaking out against Hamas before the war, but said 9 months on, dissent was becoming more common here. അതായത് പല തെളിവുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അമീൻ അബേദ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ഇതിനു മുന്നേ ഹമാസിനെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ തന്നെയും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആൾ ആദ്യം ഒന്ന് പറഞ്ഞു നോക്കി, ആരും അറസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. പിന്നെയും പറഞ്ഞു നോക്കി, ആരും അറസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ 9 മാസമായി ഇതുവരെ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഹമാസിനെ അവിടെ പൊടി ഇട്ടാൽ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി എന്നും കൂടിയാണ്. ഇൻ ഗാസ മോസ്റ്റ് പീപ്പിൾ ക്രിറ്റിസൈസ് വാട്ട് ഹമാസ് ഹാസ് ഡൺ, ഹി സെഡ്. അതായത് ഗാസയിൽ ഒരുമാതിരി പരമാവധി ആളുകൾ ഈ ഹമാസ് ചെയ്ത സാധനത്തിന് അത്യാവശ്യത്തിന് ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലേക്ക് എത്തുന്നു. അതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഇനി ദേ സീ ചിൽഡ്രൻ ലിവിങ് ഇൻ ടെൻസ് ആൻഡ് ഇൻസൾട്ടിങ് ദെയർ ലീഡേഴ്സ് ഹാസ് ബിക്കം റുട്ടീൻ. അതുമാത്രമല്ല, കുട്ടികളും അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളും പരിക്കേറ്റവരൊക്കെ ഹോസ്പിറ്റൽ ബെഡിലോ അതല്ലെങ്കിൽ ഈ ടെൻറ്റുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ അവർ ഉറക്കത്തിൽ നിന്ന് പോലും ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ പറയുന്ന ഹമാസോളികൾ വല്ല ആവശ്യമുണ്ട്. ഇതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഉറക്കത്തിൽ നിന്ന് പോലും ഇപ്പോൾ അവർ തെറി വിളിക്കുന്നത് ഹമാസിനെയാണ് എന്നാണ് പറഞ്ഞത്. ബട്ട് ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് സപ്പോർട്ട് എമംഗ് ദോസ് ഔട്ട്സൈഡ് ഗാസാസ് ബോർഡർ. അത് പിന്നെ അങ്ങനെയാണല്ലോ. ഗാസയ്ക്ക് വെളിയിൽ ഇപ്പോഴും ഹമാസിന് വലിയ സപ്പോർട്ടുണ്ട്. ഹു ആർ സിറ്റിംഗ് അണ്ടർ എയർ കണ്ടീഷണേഴ്സ് ഇൻ ദെയർ കംഫർട്ടബിൾ ഹോംസ്, who have not lost a child, a home, a future, a leg, കയ്യോ കാലോ, അവരുടെ ഭാവിയോ അല്ലെങ്കിൽ അവരുടെ കുട്ടിയോ ഒന്നും നഷ്ടപ്പെടാത്ത കുറേ എണ്ണങ്ങളുണ്ടല്ലോ ഗാസയുടെ വെളിയിൽ. അത് നമ്മൾ ഉദ്ദേശിച്ചാണ്, നമ്മളെ മാത്രം ഉദ്ദേശിച്ചാണ്, നമ്മളെ തന്നെയാണ് ഉദ്ദേശിച്ചത്. ഏതെങ്കിലും മലയാളി ഹമാസോളിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തന്നെയാണ് ഉദ്ദേശിച്ചത്. നിങ്ങളൊക്കെ തന്നെയുള്ളൂ ഹമാസിന് സപ്പോർട്ട് കൊടുക്കുന്നു എന്ന് പറയുന്നത് ഈ കയ്യും കാലും ഫ്യൂച്ചറും കുട്ടിയും മുട്ടിയൊക്കെ നഷ്ടപ്പെട്ട ഈ ഗാസൻ സിറ്റിസൻസാണ് അവിടെ കിടന്നിട്ട് ഉറക്കത്തിൽ നിന്ന് പോലും ചാടി എഴുന്നേൽക്കുമ്പോൾ അവർ പ്രാകുന്നത്. നിങ്ങളെയാണ് അവർ പ്രായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഈ പറയുന്നത്. അപ്പോൾ ദയവായിട്ട് നിങ്ങൾ ഈ ഹമാസിന് കൊടുക്കുന്ന സപ്പോർട്ട് അതൊന്ന് കുറയ്ക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഡെസ്പറേഷൻ ആൻഡ് വാർ ആർ ഇറോഡിങ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് in Gaza and Hamas control is not what it was. അത് പണ്ടത്തെ പോലെ ഇല്ല, ക്ഷയിച്ചിരിക്കുന്നു. ഇല്ലം വല്ലാതെ ക്ഷയിച്ചിരിക്കുന്നു. 4/5 of Gaza's population is displaced. 4 ഭാഗം ഗാസൻ പോപ്പുലേഷൻ, അവിടെയുള്ള ജനങ്ങളും അവർ ചിതറി ഓടിക്കപ്പെട്ടിരിക്കുന്നു. ഓഫ്റ്റൻ മൂവിങ് ബിറ്റ്വീൻ ടെമ്പററി ഷെൽട്ടേഴ്സ്, ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത് എന്തിനാണ്? വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കണമല്ലോ. എന്താ അവിടെ സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ഈ റാഫ എന്ന് പറയുന്ന സ്ഥലം, അവിടെ ഖാൻ യൂനിസും ആ ഭാഗമൊക്കെ ആയി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ. അവിടെ ഒരു ഹ്യൂമാനിറ്റേറിയൻ ഒരു ഷെൽട്ടർ അവിടെ പണിയുന്നു. ആ ഷെൽട്ടറിനകത്ത് ആളുകൾ താമസിക്കുന്നു. അവിടെ കൊണ്ടുവന്നിട്ട് ഈ ഭീകരവാദികൾ അവിടെ തമ്പടിക്കുന്നു. ഞങ്ങളും സിവിലിയനാണ് എന്ന് പറഞ്ഞിട്ടാണ് അതിനകത്ത് കയറുന്നത്. അതുകൂടാതെ അവരവിടെ ഇരുന്നിട്ട് ഫോൺ വിളികളും മറ്റുള്ള സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇസ്രായേൽ അത് ഡിറ്റക്റ്റ് ചെയ്യുന്നു. അതുകൂടാതെ മറ്റു രീതിയിലും അത് കണ്ടുപിടിക്കാനുള്ള വഴികളുണ്ട്. ഇവരെ ട്രാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൂടാതെ അവർ ഈ ഹ്യൂമാനിറ്റേറിയൻ ഷെൽട്ടറിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവന്നിട്ട് ആയുധപ്പുരയും സ്ഥാപിക്കുന്നു. ഇത് കണ്ടെത്തി ഇസ്രായേൽ അവിടെ ആക്രമിക്കേണ്ടി വരുന്നു. അവരോട് അങ്ങോട്ട് മാറിക്കോ, ഞങ്ങൾ ആക്രമിക്കാൻ പോവുകയാണെന്ന് പറയുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഒരു ഷെൽട്ടറിൽ ചെല്ലുന്നു, അവിടെ ഭീകരവാദികൾ ചെല്ലുന്നു, ആയുധം സൂക്ഷിക്കുന്നു. അവിടെ ചെന്നിട്ട് ആക്രമിക്കേണ്ടതായിട്ട് വരുന്നു, മാറിക്കോളാൻ പറയുന്നു. അവിടെ നിന്ന് എടുക്കുന്നു, അടുത്ത ഷെൽട്ടറിലേക്ക് പോകുന്നു. കൂടെ ഭീകരവാദികളും പോകുന്നു. ഈ ഭീകരവാദികളെല്ലാം തന്നെ ഹമാസോളികൾ അവരെന്താ ചെയ്യുന്നത്? അവർ സിവിലിയൻ ഡ്രസ്സിലാണ് പോക്കും വരവും എല്ലാം. കയ്യിൽ തോക്കുണ്ടാവും, മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് അവരുടെ സ്ഥിരം പരിപാടി. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ടാണ്, ഇതിൻ്റെ പിന്നാലെ നടന്നാണ് നാട്ടുകാർ ഈ വൺ ഷെൽട്ടർ ടു അനദർ ഷെൽട്ടർ എന്ന രീതിയിലേക്ക് പോലും ഇതുപോലെ കൂട് വിട്ട് കൂട് മാറി നടക്കേണ്ടി വരുന്നത്. ആൻഡ് ലോ ആൻഡ് ഓർഡർ ഹാസ് ബ്രോക്കൺ ഡൗൺ ഇൻ പ്ലേസസ്. നിയമം എന്ന് പറയുന്ന സാധനം അത് ഇല്ല, അവിടെ നശിച്ച് പോയിരിക്കുന്നു. Partly as a result of Israel's policy of targeting Gaza's security forces, not just the official Hamas internal security service, but also the community police responsible for street crime. ഇത് ഇസ്രായേലിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം എന്താണ്? ഇതിൽ ആരാണ് ഹമാസ് എന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് ഇതിലെ പ്രശ്നം. ഒന്നാമത് ഇവർക്ക് യൂണിഫോം പ്രോപ്പർ ഇല്ല, സിവിലിയൻ ഡ്രസ്സിലാണ്. മാത്രമല്ല ഇതിൽ ഒഫീഷ്യൽസായിട്ട് നടന്നിരുന്ന പല ആളുകൾ, UN വരെ ഒഫീഷ്യൽസായിട്ടുള്ള ആളുകൾ, UN WRA
UNRWA എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, അതിൻ്റെ UN തൊഴിലാളികൾ പോലും ഒക്ടോബർ 7 പങ്കെടുത്തു എന്നതിൻ്റെ തെളിവ്. കോളേജ് അധ്യാപകർ, സ്കൂൾ അധ്യാപകർ, നഴ്സറി ടീച്ചർമാർ പോലും ഇതിനകത്ത് പങ്കെടുത്തു. ഡോക്ടർമാർ പങ്കെടുത്തു. പ്രസ് എന്ന് എഴുതി വെച്ച് നെഞ്ചത്തും ഒട്ടിച്ച് വെച്ചിട്ട് അതിനുവേണ്ടി പങ്കെടുത്തു. ഇതെല്ലാം ഇവിടെ കയ്യോടെ പൊക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആരാണ് തീവ്രവാദി അല്ലാത്തത് എന്ന് തിരിച്ചറിയാൻ ഒരു നിവൃത്തിയില്ല. എന്ന് വരുന്നിടത്ത് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല ആർക്കും. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ആസ് കൺട്രോൾ ഹാസ് വെയിൻഡ്, ക്രിമിനൽ ഗാങ്സ് ഹാവ് ത്രൈവ്ഡ്, ലൂട്ടിംഗ് നൈബർഹുഡ്സ് ആൻഡ് എയ്ഡ് കൺവോയ്സ്. അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം. വ്യാപകമായ കൊള്ള അതവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് നബിയുടെ പാത തന്നെയാണ്. പിന്നെ അവിടേക്ക് വരുന്ന മറ്റേ പുറം രാജ്യങ്ങളിൽ നിന്ന്, അതുപോലെ ഈ ഇസ്രായേലിൽ നിന്ന് തന്നെ പ്രധാനമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന എയ്ഡ് സംഗതികൾ, ഭക്ഷണ സാമഗ്രികൾ, മെഡിക്കൽ സപ്ലൈസ്, ഇതുപോലുള്ള സാധനങ്ങൾ, ഇത് കൊള്ളയടിക്കുക. ഇതുമാണ് അവിടെ നടന്നത്. ആരാണ് കൊള്ളയടിക്കുന്നത്? ഈ ഗാസയുടെ അകത്ത് തന്നെയുള്ള നമ്മളുടെ മഹാമാര്, സ്വാതന്ത്ര്യ സമര പോരാളികൾ കൊള്ളയടിക്കുന്നു. ആൻഡ് പ്രൈവറ്റ് സെക്യൂരിറ്റി കമ്പനീസ്, സം റൺ ബൈ പവർഫുൾ ലോക്കൽ ഫാമിലീസ്, ഗാസയിൽ തന്നെയുള്ള ഹാവ് എമേർജ്. ഇതെല്ലാം അതിനകത്ത് നടക്കുകയാണ്. യുദ്ധം അല്ലെങ്കിൽ ഇതുപോലെ ഒരു ലോലെസ്നെസ് വന്നു കഴിയുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്. നമ്മളെ ചോദ്യം ഇത്രയേ ഉള്ളൂ, എന്തിനാണ് ഇതിന് വഴിവെച്ചത്? ഒക്ടോബർ 7 എന്തിന് തുടങ്ങി വെച്ചു എന്ന് ഗാസൻ സിറ്റിസൻസ് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ് നമുക്കും ചോദിക്കാനുള്ളൂ. ഇനി നമ്മൾ ചോദിച്ചു നിങ്ങൾ പറഞ്ഞേക്കരുത്, ഞങ്ങളിവിടെ മര്യാദയ്ക്ക് ജീവിക്കായിരുന്നു, എന്തിനാണ് ഈ പണിയെടുത്തതെന്ന് ചോദിക്കുന്നത് ഗാസയിലെ തന്നെ സാധാരണ മനുഷ്യരാണ്. കയ്യും കാലും കുട്ടിയും മുട്ടിയൊക്കെ നഷ്ടപ്പെട്ട് ഹോസ്പിറ്റലിൽ ബെഡിലോ ടെൻറ്റിലോ ഒക്കെ കഴിഞ്ഞുകൂടുന്ന ഒരു ഷെൽട്ടറിൽ നിന്നും മറ്റൊരു ഷെൽട്ടറിലേക്ക് ഇതുപോലെ ഇങ്ങനെ നിരന്തരം പലായനം ചെയ്യാൻ വേണ്ടി വിധിക്കപ്പെട്ട സാധാരണ സിവിലിയൻസ്, ഗാസൻ സിവിലിയൻസ്, പലസ്തീനിയൻസ്, അവർ പറയുന്ന കാര്യമാണ് ഞാനീ പറയുന്നത്. നമ്മളതാ പറയുന്നത്, തുടക്കം മുതൽ പറയുന്ന കാര്യമാണ്. എന്തുകൊണ്ട് നമ്മൾ ഇസ്രായേലിനൊപ്പം നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗാസൻ സിവിലിയൻസ്, പലസ്തീനിയൻ ജനതയെ ഈ നിലയിലേക്ക് എത്തിച്ച് ആ ഹമാസിനെ തുരത്താൻ നിങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല. ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുക, അതിനുള്ള മോറൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതല്ലാതെ വേറെ വഴിയില്ല. അതിനുവേണ്ട മറ്റുള്ള എന്തെല്ലാം ഹെൽപ്പ് ചെയ്യേണ്ടി വരുമോ അത് ചെയ്തിട്ടല്ലാതെ ഇതിന് വേറെ വഴിയില്ല എന്ന് തന്നെയാണ്. വൺ സ്റ്റാഫ് മെമ്പർ ഫ്രം ആൻ എയ്ഡ് ഓർഗനൈസേഷൻ operating in Gaza described absolute chaos at street level and a state of anarchy, saying that civilian order had completely broken down as a result of the Israeli policy. ഇതാണ് അവിടെ പറയുന്നത്. അതായത് മൊത്തത്തിൽ എല്ലാം കുട്ടിച്ചോറാക്കി മാറ്റി. ഇസ്രായേൽസ് പ്രൈം മിനിസ്റ്റർ ഹാസ് റിപ്പീറ്റഡ്ലി വോവ്ഡ് കണ്ടിന്യൂഡ് വാർ അൺടിൽ ഹമാസ് മിലിറ്ററി ആൻഡ് ഗവേണിംഗ് capabilities are destroyed. അത് തീർക്കാതെ യുദ്ധവും അവസാനിപ്പിക്കില്ല എന്ന് ഇസ്രായേലിൻ്റെ നേതാവും പറഞ്ഞു വച്ചിരിക്കുന്നു. ഇനി എന്താവെന്ന് കണ്ടറിയാം. ബട്ട് സം എയ്ഡ് ഏജൻസീസ് ഇൻ ബോത്ത് നോർത്തേൺ ആൻഡ് സൗത്ത് ഏരിയാസ് ഓഫ് ഗാസ ഹാവ് ഓൾസോ റിപ്പോർട്ടഡ് റെഗുലർ ചെക്സ് ഓൺ ദെയർ ആക്ടിവിറ്റീസ് ബൈ ലോക്കൽ ഹമാസ് ഒഫീഷ്യൽസ് and videos are frequently circulated of unofficial Hamas security forces shooting and beating those caught looting. അടിപൊളി. One well-placed source told the BBC that dozens of people had been killed by Hamas in bloody score settling with other local groups after Israeli troops withdrew from one area. അതായത് മൊത്തത്തിൽ കച്ചറയാണ് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണും മൂക്കില്ലാതെ വെടിവെപ്പ്, തോക്കും ബോംബും കൊണ്ടും അല്ലാതെ ഇവർക്ക് ഉത്തരം പറയാൻ അറിയില്ല, ചോദ്യം ചോദിക്കാനും അറിയില്ല എന്നതാണ്. ഫിയർ ഓഫ് ക്രിറ്റിസൈസിങ് ഗാസാസ് ലീഡേഴ്സ് മൈറ്റ് ഹാവ് ലെസൻഡ് ബട്ട് ഇറ്റ് ഹാസൻറ്റ് ഗോൺ, സോ ഇറ്റ് ഈസ് സ്റ്റിൽ ഹാർഡ് ടു ആക്യുറേറ്റ്ലി ഗോജ് ബിയോണ്ട് ഇൻഡിവിജ്വൽ ടെസ്റ്റിമണി how far support for the group is shifting. Some like 26-year-old Jihad Talab still strongly support Hamas. ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില ഹമാസോളികൾ അതിനകത്തുണ്ട്. അത് കൃത്യമായിട്ട് അളക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവരും പറഞ്ഞു വെക്കുന്നത്. ഇനി ചില സർവേ റിപ്പോർട്ട്സ്. എ റെഗുലർ പോൾ carried out by a West Bank based think tank, the Palestinian Center for Policy and Survey Research, claims that most people in Gaza still blame Israel and its allies for the war rather than Hamas. ഇത് തുടക്കത്തിൽ നടന്നിട്ടുള്ളതാണ്. ഇനി the latest survey in June said that almost 2/3 of Gazan respondents were satisfied with Hamas, a rise of 12 points from December. നേരത്തെ പറഞ്ഞത് ഡിസംബറിൽ. And suggested that just around half would still prefer Hamas to run Gaza after the war ends over any other option. ഇവിടെയാണ് നമ്മൾ ഈ ഐഡിയോളജി ചർച്ചയാക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ പറയുന്നത്. അത് ചെല്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം. ഇത് ഇവിടെ മാത്രം കാണുന്ന കാഴ്ചയല്ല. നമ്മൾ മഹ്സ അമീനിയുടെ വിഷയവും ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമൊക്കെ നടന്ന സമയത്ത് എനിക്കൊരു ഒരു കൗതുകം, എന്തായിരിക്കും ഈ ഇറാനിലുള്ള മുസ്ലിങ്ങൾക്ക് പറയാനുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വലിയ തോതിൽ പ്രൊട്ടസ്റ്റൊക്കെ നടത്തുക, പ്ലീസ് ഷെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്ന കണ്ടിട്ട് ഒരു പെൺകുട്ടീനെ ഞാൻ തപ്പിപ്പിടിച്ചു, വല വിരിച്ചു, എന്നിട്ട് ചൂണ്ടയിട്ടു, അങ്ങനെ കൊത്തിയപ്പോൾ ആ പെൺകുട്ടീനെ ഞാൻ പോയി ഇൻബോക്സിൽ ഞാൻ ചോദിച്ചു,
നിങ്ങൾ വലിയ തോതിൽ ഇതിനെയൊക്കെ വലിയ തോതിൽ വിമർശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഭയങ്കര ആക്ടിവിസമൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയോ ഈ നിയമം ഇസ്ലാമിൽ എന്താണ്? നിങ്ങൾ ഇസ്ലാമിനെ തള്ളുന്നുണ്ടോ അതോ ഈ അവിടുത്തെ റെയ്സി ആയിരുന്നല്ലോ അന്നത്തെ ആൾ, ഇറാൻ്റെ ആ നിയമത്തെയാണോ നിങ്ങൾ തള്ളുന്നത്? അവരെടുത്ത വഴിക്ക് പറയുന്നത് ഇസ്ലാമിന് എന്താ കുഴപ്പം, ഇത് ഇവിടുത്തെ രാജാവ് അല്ലെങ്കിൽ ഇവിടുത്തെ നേതാവ് ഉണ്ടാക്കുന്ന പ്രശ്നമാണ്, ഇത് ഇസ്ലാമിൽ ഇങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞു. ഓ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അല്ലാതെ നമുക്ക് എന്ത് പറയാനാണ്? ഞാൻ 2 തവണയും കൂടെ ഒന്ന് ചോദിച്ചു, ഒരു രക്ഷയില്ല, ഇസ്ലാമിന് ഒരു കുഴപ്പമില്ല, ഹിജാബ് ഇസ്ലാമിൽ ബ്യൂട്ടിഫുൾ ആണ്, എംപവർമെൻ്റ് ആണ്, മോഡസ്റ്റിയാണ്, ചാസ്റ്റിറ്റിയാണ്, ഒരു കുഴപ്പമില്ല, ഇതാണ് അവരുടെ നിലപാട്. പക്ഷേ റെയ്സി ആൾ പ്രശ്നമാണ്, അവിടെ ഹിജാബ് ഇടിയിക്കുന്നത് പ്രശ്നമാണ്, അതൊക്കെ കുഴപ്പമാണ്. ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. ഇവിടെ ജിഹാദിനെ എതിർക്കുന്ന ആളായാലും മറ്റ് തീവ്രവാദ പ്രവർത്തനങ്ങളെ എതിർക്കുന്ന ആളുകളായാലും ഇപ്പോൾ ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന ആളായാലും അങ്ങനെ ഏത് വിഷയം നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ തെറ്റാണ്, അതൊക്കെ പ്രശ്നമാണെന്ന് അവർ പറയും. പക്ഷേ ഇത് ഇസ്ലാമാണോ ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ പ്രചോദനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല, ഇസ്ലാം സൂപ്പറാണ്, ആളുകളാണ് കുഴപ്പം എന്നാണ് പറഞ്ഞു വെക്കുക. ഏറ്റവും വലിയ ഡാമേജിങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളെപ്പോഴും പറയാറുണ്ട്. തിരിച്ചു പറയണം. കാരണം എന്താണ്, മറ്റേത് പറയുമ്പോഴാണ് ഇത് മുസ്ലിം വിരുദ്ധതയിലേക്ക് പോവുക. ഇന്ന് ഈ കാണുന്ന മുസ്ലിം വിരുദ്ധത വളർന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇസ്ലാം ഓക്കെയാണ്, ചില മുസ്ലിങ്ങൾ ഇത് വളച്ചൊടിച്ചതുകൊണ്ടാണ് ഈ പ്രശ്നം, ആ വളച്ചൊടിക്കുന്ന മുസ്ലിങ്ങൾ പ്രശ്നമാണ്, ഏത് മുസ്ലിമാണ് വളച്ചൊടിക്കാന്ന് പറയാനും കഴിയില്ല എന്ന് വരുന്നിടത്താണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ ഇവിടെ മുസ്ലിമിനെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി തിരിച്ച് നിങ്ങൾ പറഞ്ഞു നോക്കൂ, ഇത് ഇസ്ലാമിൻ്റെ കുഴപ്പമാണ്, മുസ്ലിങ്ങൾ ഇതിൻ്റെ ഇരകളാണ് എന്ന് പറയുമ്പോൾ ഒരു തീവ്രവാദിയായ മുസ്ലിമിനെ കാണുമ്പോഴും നമുക്ക് അവരോട് പാവമാണ് തോന്നുക. നിങ്ങൾ ഇതൊക്കെ ഒന്ന് വിട്ടൂടെ, നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്, നിങ്ങളുടെ തലയിൽ ആ ഒരു സാധനത്തിൻ്റെ പിന്നെ അങ്ങ് ഊരി കഴിഞ്ഞാൽ, അതൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ്, തങ്കപ്പെട്ട മനുഷ്യനല്ലേ, എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ കൊണ്ടു നടക്കണേന്നല്ലേ നമുക്ക് ചോദിക്കാൻ തോന്നുള്ളൂ. തടിയൻ്റെ അവിടെ നസീറിനെയൊക്കെ ചോദ്യം ചെയ്യുകയും അതിനു വേണ്ടിയൊക്കെ നിന്നിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായിട്ട് ഒരിക്കൽ സംസാരിക്കാൻ ഇടവന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, എന്തൊരു നല്ല മനുഷ്യനാണ് ഈ തടിയൻ്റെ അവിടെ നസീർ, പക്ഷേ ഇസ്ലാമിനെക്കുറിച്ച് അങ്ങ് ചോദിച്ചു തുടങ്ങിയാണ്ടല്ലോ ആൾ പിന്നെ നാഗവള്ളിയാണെന്നാണ് പറയുന്നത്. അതായത് അത്രയും കൺവിക്ഷൻ, ഇസ്ലാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അരച്ച് കലക്കി അത് തലയിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അതല്ലാതെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആൾ വളരെ നീറ്റായിട്ടുള്ളൊരു മനുഷ്യൻ, പക്ഷെ എന്താ ചെയ്യുക, ആൾ ഇസ്ലാമിൻ്റെ ഇരയായി മാറുന്നത് അവിടെയാണ്. ആ ജിഹാദ് ഈ ആശയം അത് അദ്ദേഹത്തെ തീവ്രവാദത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഒരിക്കൽ പോലും അയാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് വരുന്നിടത്താണ് ഇതിൻ്റെ ഡാമേജ് കിടക്കുന്നത്. അയാൾക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഓരോ വ്യക്തിയും നേരിടുന്ന വിഷയമാണത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കോയ കോളിങ്ങിൽ ഒരു കബൂം കോയ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടോ? അദ്ദേഹം എന്താ സംസാരിച്ചിരുന്നത്, നല്ലൊരു മനുഷ്യൻ, വളരെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി, ഒരു തെറ്റ് പറ്റിയാൽ തെറ്റ് പറ്റി എന്ന് പറയാനൊക്കെ സമ്മതിക്കുന്ന ആ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരാൾ. പക്ഷേ അയാളുടെ തലയിലിരിക്കുന്നത് മതമായപ്പോൾ കാഫിറിനെ ബ്രദർ എങ്ങനെയാണ് അത് സാധിക്കുക? ഇവിടെ കൃഷ്ണനെ ഇവിടെ പ്രചരിപ്പിക്കുക, കൃഷ്ണനാണ് ഗോഡ് എന്ന് പറയുന്നത് അതൊരു ഇഗ്നോറൻസ് അല്ലേ? അതെങ്ങനെ നമുക്ക് അനുവദിക്കാൻ കഴിയുക? അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മൾ പിടിക്കും, എന്നിട്ട് അയാളോട് നമ്മൾ പറയും നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കണം എന്ന് പറയും. അങ്ങനെ സ്വീകരിച്ചാൽ അയാൾക്ക് കുഴപ്പമില്ല, സ്വീകരിച്ചില്ലെങ്കിൽ അയാൾ കൊല്ലോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞ് ബ്രദർ അയാൾ പിന്നെ എന്തിനു ജീവിച്ചിരിക്കണം എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. കാരണം അയാൾ ചാവണം എന്ന് പറഞ്ഞു വെക്കുന്നു. എന്താണ് ആ ചോദ്യം ചോദിപ്പിക്കുന്നത്? മതമാണ്. കാരണം ഇസ്ലാമിൽ എഴുതി വെച്ചിരിക്കുന്ന അതാണ്. നിങ്ങളുടെ മുന്നിലൊരു കാഫിറുണ്ട്, നിങ്ങൾ അയൽവാസി കാഫിറാണ്, അവനോട് നിങ്ങൾ എന്നും പെരുമാറേണ്ടത് രൂക്ഷമായിട്ടാണ്, അവൻ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇത് പറയുമ്പോൾ അത് ആ വ്യക്തിയല്ല അത് കണ്ടെത്തുന്നത്, ആ ഇസ്ലാമിലുള്ള സാധനം അയാൾ പഠിച്ചതുകൊണ്ട് അയാൾ അത് പറയുകയാണ്. അത് പഠിച്ചത് തെറ്റാണെന്ന് കണ്ടാൽ അത് തിരിച്ചെടുക്കുമെന്ന് പറയുന്നിടത്താണ് ഇതിൻ്റെ വിഷയം കിടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള വിഷയം അതെല്ലാത്തിലും മതം ഒരു എലമെൻ്റ് ആകുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിട്ട് മാറുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ക്ലൂ എന്ന് പറയുന്നത് വാട്ട് ഈസ് ക്ലിയർ ഈസ് ദാറ്റ് ഹമാസ് റിമെയിൻസ് വെരി സെൻസിറ്റീവ് ടു പബ്ലിക് ഒപ്പീനിയൻ. അതാണ് ഞാൻ നേരത്തെ പറയാൻ വന്നൊരു കാര്യം. എന്തുകൊണ്ട് ഹമാസ് പോസ്റ്റുകൾ ഇടുന്നു, എന്തുകൊണ്ട് ഹമാസ് ഇതുപോലെ വലിയ ഞങ്ങളതല്ല ഉദ്ദേശിച്ചത്, ഞങ്ങൾ ഇതാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞ് പല സാധനങ്ങൾ ഇടുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തുനിന്നുള്ള വിമർശനം അവരെ വല്ലാതെ കൊള്ളുന്നു എന്നതാണ്. അത് അവരെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. സം സോഴ്സ് ഫെമിലിയർ വിത്ത് ഹമാസ് ടോൾഡ് ദ BBC there was an organized international network to coordinate social media messaging for the group. അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിൽ ഞാനുണ്ട്, ഹമാസിൻ്റെ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ. നമുക്ക് കാണാമല്ലോ അവിടെ എന്തൊക്കെയാണ് നടക്കണമെന്നുള്ളത്. ചിരി വരും കണ്ടു കഴിഞ്ഞാൽ. നമ്മുടെ ഇവിടുത്തെ സാധാരണ മദ്രസ ജീവികൾ, നമ്മളുടെ അഴകുഴമ്പൻ കോയമാർ എഴുതി വെക്കുന്ന ആ നിലവാരത്തിലുള്ള സാധനങ്ങൾ, പറയുന്ന കാര്യങ്ങൾ, ഇതൊക്കെ തന്നെയാണ് അവിടെ പറയുന്നത്. അതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് യാതൊരു ഭൗതിക നിലവാരവും ഉള്ള സംഗതികളല്ല അവിടെ പറഞ്ഞു വെക്കുന്നത്.
നിങ്ങൾക്കും കാണാം, ടെലഗ്രാമിലൊക്കെ ഗ്രൂപ്പുള്ളതാണ്. After Israeli families released a video showing the moment female soldiers were kidnapped by Hamas units on October 7th, some in Gaza questioned whether targeting women during war was in line with Islamic teaching. ഒന്ന് ആലോചിച്ച് നോക്കട്ടോ. ഒക്ടോബർ 7 കണ്ട കാഴ്ചകൾ കണ്ടപ്പോൾ ഗാസൻ സിവിലിയൻസ് ചോദിച്ചു ഇത് ശരിയാണോ എന്ന്. നമ്മുടെ നാട്ടിലൊരാളും ചോദിച്ചിട്ടില്ല എന്ന് ആലോചിക്കണം. ഇവിടെ അതൊക്കെ സ്വാതന്ത്ര്യ സമരമാണല്ലോ. ഇൻ റെസ്പോൺസ് സെവറൽ പ്രോ ഹമാസ് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് പുട്ട് ഔട്ട് സിമിലർ മെസ്സേജസ് ഇൻസിസ്റ്റിംഗ് ദാറ്റ് സോൾജേഴ്സ് മെയിൽ ഓർ ഫീമെയിൽ were justified military targets and saying the unit had been involved in shooting Gazan protesters during demonstrations 6 years ago. 6 വർഷം മുന്നേ ഇവർ ചില ആളുകളെയൊക്കെ വെടിവെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരെ പിടിച്ച് ബലാത്സംഗം ചെയ്തത്. ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അടിപൊളി. Criticism of Hamas is growing sharper and long buried divisions over Hamas rule in Gaza are becoming clear. ഇതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതായത് സ്വന്തം ജനത തന്നെ ഇതൊക്കെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അവർ വിശദീകരിച്ച് പോസ്റ്റിടാണ്. അവർ പണ്ട് കുറേ ആളുകൾ കൊന്നിട്ടുണ്ട്, വെടിവെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയാണ് ന്യായം കണ്ടത്. ഒരു തെളിവുമില്ല എന്നുള്ളത് വേറെ കാര്യം. അങ്ങനെയൊക്കെ പറഞ്ഞ് തൽക്കാലം കണ്ണിലൊക്കെ പൊടിയിടുന്നു. നമ്മളുടെ കോയമാർക്ക് കാക്കാനും കോയം കൂടി കോക്കാന്നായി പോയതാണ്, മാപ്പാക്കണം. അവർക്ക് ഈ കണ്ണി പൊടിയിടുന്ന സാധനമൊക്കെ മതി എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് അവരതൊക്കെ പറഞ്ഞു, ഓ അങ്ങനെയാണോ, എന്നാൽ ശരി, നിങ്ങൾ പോയിക്കോളി, വെടിവെച്ചോളി, പോയി ബലാത്സംഗം ചെയ്തോളി എന്ന് പറഞ്ഞ് വിടുകയാണ്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവരും പോണു അവരുടെ പണിക്ക്. ഏതായാലും കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കുന്നത് ഗാസയിൽ വലിയ തോതിൽ ഇടിവ് ഹമാസിന് സംഭവിച്ചിരിക്കുന്നു. പണ്ട് എതിർപ്പ് പ്രകടിപ്പിക്കാൻ പേടിപ്പിച്ചിരുന്ന ആളുകൾ ഇന്ന് അവരുടെ കഴുതയ്ക്ക് പോലും യഹിയ സിൻവറിൻ്റെ പേരിട്ട് യല്ല സിൻവർ എന്ന് പറഞ്ഞാണ് ഇപ്പോൾ അടിച്ച് മൂട്ടിലടിച്ച് തെളിക്കുന്നത്. നമ്മുടെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞ മാതിരി ഈ മേഘത്തിനെ തെളിച്ചുകൊണ്ട് പോകുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇന്നായിരുന്നുണ്ടെങ്കിൽ മേഘങ്ങൾ ഇതേ രീതിയിൽ തന്നെയായിരിക്കും മലക്കുകൾ മേഘങ്ങളെ തെളിച്ചുകൊണ്ട് പോവുക. ചന്തിക്ക് പടയ്ക്കുമ്പോൾ ഇങ്ങനെ യല്ല സിൻവർ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകും. Out of the distraction left by Israel's battle with Hamas, a new war is emerging, a battle of control of public opinion within Gaza itself. ഇത് കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ ദുരന്തമാണ് ഹമാസിന് കാത്തിരിക്കുന്നത് എന്നുമാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും നമ്മളുടെ ഈ ചുണ്ടലി ഈ യഹിയ സിൻവർ എന്ന് പറയുന്ന ഹമാസിൻ്റെ ഈ മാസ്റ്റർ മൈൻഡ് എന്നൊക്കെ വലിയ തോതിൽ ഡെക്കറേഷനൊക്കെ കൊടുത്ത് വിളിക്കുന്ന ചങ്ങാതി ഒരു കൂതറ മാസ്റ്റർ മൈൻഡാണെന്നുള്ളത് പറയാതെ വേറെ നിവൃത്തിയില്ല. അത് വേറെ വിഷയം. എന്തായാലും ഇങ്ങനെയുടെ കാര്യം ഏതാണ്ട് തീരുമാനമാകും അധികം വൈകാതെ. ഇദ്ദേഹത്തെ പിടിച്ചാലല്ലാതെ യുദ്ധം നിൽക്കില്ല എന്നവർ വളരെ നിശ്ചിതമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ കാണുക. കാരണം ഇതിനു മുന്നേ പല ആളുകളെയും ഇതിനോടകം തന്നെ തീർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതും അധികം വൈകാതെ പിടിക്കപ്പെടും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടത് ഇന്നാണെന്ന് തോന്നുന്നു കണ്ടത്, ചില തുരങ്കങ്ങളിൽ നിന്നും കിട്ടിയത് ചൈനക്കാരുടെ ആയുധവും ചൈനീസ് ചില വ്യക്തികളെയൊക്കെ കണ്ടു എന്നൊക്കെ പറയുന്നു. എന്താ ചൈനയ്ക്ക് ഇവിടെ കാര്യം എന്ന് ചോദിക്കരുത്. സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ കാരണം കാണുമല്ലോ, കാക്കമാരാണല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യമാണ് നമ്മൾ ഇത്രയും പറഞ്ഞു വെച്ചത്. ഇദ്ദേഹം ഒപ്പിച്ച പണിയാണ് നമ്മളിവിടെ ഈ വിഷയത്തിന് ആധാരമാക്കിയത്. ഇത് എവിടെയാണ് കൊണ്ടെത്തിക്കുന്നത്, ഇതെല്ലാം നമ്മൾ സംസാരിക്കുന്നു. അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. വിഷയങ്ങൾ നിങ്ങൾക്ക് ഒരു ക്ലിയറായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള എല്ലാ വഴികളും ഇവിടെയുണ്ട്. എക്സെപ്റ്റ് ചില പേപ്പറൊക്കെ വായിക്കണമെങ്കിൽ 5 പൈസ മുടക്കേണ്ടി വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കുഴപ്പം. അപ്പോൾ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ഇതൊക്കെ നാട്ടുകാർ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് നിങ്ങൾ ഫ്രീ ആയിട്ടെങ്കിലും പബ്ലിഷ് ചെയ്ത് വാർത്ത നാട്ടുകാർ വായിക്കട്ടെ എന്നെങ്കിലും വെക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രൊപ്പഗൻഡയിൽ വീണ് നാട്ടുകാർ പെട്ടുപോകും. ഒന്നത്. 2, ഇതൊന്നും ഒരു മെയിൻ സ്ട്രീം മീഡിയ പറയില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകൾക്കും പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇവർ പൂഴ്ത്തി വെക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരു മീഡിയ പോലും ഇതിനെക്കുറിച്ചൊന്നും വേണ്ടിയില്ല. ഈ നെസസറി സാക്രിഫൈസ് എന്ന് യഹിയ സിൻവർ പറഞ്ഞതോ, നോ ബ്ലഡ് നോ ന്യൂസ് എന്ന് പറഞ്ഞ കാര്യം, അതിനെക്കുറിച്ചുള്ള വാർത്ത പുറത്തു വന്നതോ ആരും പുറത്ത് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ നമ്മളുടെ 1-2 നോൺ മലയാളി മീഡിയ പറഞ്ഞു എന്നുള്ളതല്ലാതെ മലയാളത്തിൽ ഏത് പത്രമാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്? പറഞ്ഞാൽ പൊളിയും. അതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് നമ്മളാലാവുന്നത് നമ്മൾ ചെയ്യുന്നു. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് കട്ട് ചെയ്ത് മുറിച്ച് എങ്ങനെയാണോ നിങ്ങൾക്ക് പ്രചരിപ്പിക്കാൻ കഴിയുക അതൊക്കെ പ്രചരിപ്പിക്കുക. നമ്മളെല്ലാത്തിനുമുള്ള റെഫറൻസ്, അതിനുള്ള തെളിവുകളൊക്കെ ഇവിടെ വെച്ച് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എടുക്കാം, സ്വയം നിങ്ങൾക്ക് പോയി കണ്ടെത്താം, എന്നിട്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ലെവലിൽ അത് പ്രചരിപ്പിക്കാം. അങ്ങനെയൊക്കെ ചെയ്ത് ഈ ഒരു മിസ്ഇൻഫർമേഷൻ വാർ അതിനകത്തും കൂടി നിങ്ങൾ ഭാഗമാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പ്രൊപ്പഗൻഡ എന്ന് പറയുന്ന ഒരു വലിയ വിഷയമാണെന്ന് നിങ്ങൾക്ക് വലിയ സംശയമൊന്നും ഉണ്ടാവില്ലല്ലോ. അത് നമ്മളിവിടെ കണ്ടിട്ടുള്ളതാണ് ഇന്ത്യയിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് അതിനെ ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ലക്ഷ്യമാണെങ്കിൽ ഇങ്ങനെയും ഫൈറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. അത് മോദി പ്രൊപ്പഗൻഡ നടത്തുമ്പോൾ മാത്രമല്ല നമുക്ക് ഫൈറ്റ്, ഇതും ഒരു ഫൈറ്റ് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാനിവിടെ ഒന്ന് അവസാനിപ്പിക്കുകയാണ്.
സപ്പോർട്ട് അത് നിങ്ങൾ മറക്കരുത്. നിങ്ങളാലാവുന്ന രീതിയിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാ രീതിയിലും ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇതൊരു കൂട്ടായ പ്രവൃത്തിയായിട്ട് ഒരു ടീം വർക്കാണ്. ഒരുപാട് ആളുകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു ടെലഗ്രാം ഒരു കോർ ഗ്രൂപ്പ് നമുക്ക് വലിയ തോതിൽ സപ്പോർട്ടായിട്ട് ഇവിടുത്തെ അഡ്മിൻസിനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവരൊക്കെ തന്നെയാണ് ഇതിൻ്റെ ബാക്ക് ബോണായിട്ട് നമുക്ക് പ്രചോദനം. ചില ആളുകളൊക്കെ വന്നിട്ട് ഞാനിപ്പോൾ രാജിവെക്കാൻ പോവാണെന്നൊക്കെ പറയാറുണ്ട്. അവരെ ഞാനും രാജിവെക്കും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചാണ് നിർത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോ, നിങ്ങൾ രാജിവെച്ചാൽ തൊട്ടടുത്ത ദിവസം ഞാനും രാജിവെക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അങ്ങനെ മനസ്സും എടുത്തിട്ട് ഇത് നിർത്താനാണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ പണ്ടേ ഇത് നിർത്തേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ നമുക്ക് നിർത്താൻ കഴിയില്ല. ഇതൊരു വലിയൊരു കോസിന് വേണ്ടി ഒരു ലക്ഷ്യം നമ്മൾ മുന്നിൽ വെച്ചിട്ട് നീങ്ങുന്ന സംഗതി ആയതുകൊണ്ട് വിഷയങ്ങളും പ്രശ്നങ്ങളും എതിർപ്പുകളും കളിയാക്കലുകളും അതല്ലെങ്കിൽ ട്രോളുകളൊക്കെ വരും. അത് തരണം ചെയ്തും അത് കണ്ടില്ല എന്ന് നടിച്ചും എടുക്കേണ്ടതിന് എടുത്തും വിമർശനങ്ങളെ ഉൾക്കൊണ്ടൊക്കെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അങ്ങനെ പോയതുകൊണ്ടാണ് ഇവിടം വരെ എത്തിയത്. അത് ഇനിയും അങ്ങനെ പോകാം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. സാധിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങൾ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമാണ്. ഇതൊരു സെൽഫ് കറക്റ്റീവ് ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പല ആളുകളും അങ്ങനെ ചെയ്ത് തരുന്നതുകൊണ്ട് വലിയൊരു ഗുണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൊക്കെ രേഖപ്പെടുത്തുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അതൊന്നും മറക്കണ്ട. 1200 ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ലൈക്ക് വീണിട്ടില്ല. അത് പതിവ് പോലെ നിങ്ങൾ ഓർമ്മിപ്പിക്കാത്തതുകൊണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ വിതിൻ മിനിറ്റ്സ് അത് 1000 കടക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ആഞ്ഞു പിടിച്ചോ, എല്ലാവരും ലൈക്ക് ചെയ്ത് ഒന്ന് ഇപ്പം തന്നെ 1000 അങ്ങ് കടത്തി നമ്മളുടെ ഈ വീഡിയോനെ അങ്ങ് അനുഗ്രഹിക്കുക. പെട്ടെന്ന് അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ യൂട്യൂബിന് കാര്യം മനസ്സിലാവും, ഇതിലെന്തോ കാര്യമായിട്ടുണ്ട് എന്ന് പറഞ്ഞെങ്കിലും ഇത് യൂട്യൂബ് പുഷ് ചെയ്യും. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്തും. ഏതായാലും പരസ്യം ഉണ്ടാവാനൊന്നും സാധ്യതയില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ ചെയ്താലാണ് ഉന്തിയും തള്ളിയൊക്കെ നാളെ ഇത് നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇതിങ്ങനെ നീട്ടി പരത്തി പറയേണ്ടി വരുന്നത്. ഏതായാലും ഇതിൻ്റെയൊക്കെ ഷോർട്സൊക്കെ ആയിട്ട് അടുത്ത ദിവസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ കൂടുതൽ നീട്ടുന്നില്ല. സപ്പോർട്ട് ചെയ്ത എല്ലാ ആളുകൾക്കും നന്ദി. നമ്മളുടെ സൂപ്പർ ചാറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഡൊണേഷൻസ് വഴി നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വലിയ നന്ദിയുണ്ട്. അതും ഇവിടെ അറിയിച്ചുകൊണ്ട് നമ്മൾ ഈ ലൈവ് ചെയ്യുന്ന സമയത്ത് അതിൽ വരുന്ന മെസ്സേജസ് വായിക്കാൻ പാടാണ്. കാരണം കുറച്ച് ദൂരെയാണ് സ്ക്രീൻ ഇരിക്കുന്നത്. പിന്നെ അത് നമ്മളതിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ വലിയ പ്രശ്നങ്ങളാണ്. വല്ല വെള്ളി വീണ് കഴിഞ്ഞാൽ നമ്മളെ കാക്കാമാർ നമ്മളെ പഞ്ഞിക്കിടും എന്നുള്ളൊരു പ്രശ്നം കൂടി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ച രാത്രി നമ്മൾ ഒരു ശനിയാഴ്ച രാവിലെ ഒരു ഓഡിയൻസ് ഇൻട്രാക്ഷൻ നടത്തുന്ന പരിപാടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു 4-5 മണിക്കൂറൊക്കെയാണ് നീണ്ടു നിൽക്കുന്നത്. അപ്പോൾ നാളെ ഉണ്ടാവും, ജസീമും ഉണ്ടാവും നമ്മുടെ കൂടെ എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും. അപ്പോൾ അത് നാളെയാണല്ലോ വെള്ളിയാഴ്ച. അപ്പോൾ നാളെ രാത്രി നമുക്ക് ആ ഒരു ലൈവ് നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, എഴുതാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒക്കെ അവിടെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാമെന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും ഇനി നീട്ടുന്നില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.